chapter 5 verses 10 and 11 and Job, book of Job chapter 42 verses again 10, 11 and 12. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ നിന്ന് ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അവസാനം കണ്ടിരിക്കുന്നതെന്നാണ് പരിശുദ്ധാത്മാവ് യാക്കോബിലൂടെ പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം അവസാന അധ്യായം കർത്താവ് എന്താ വരുത്തിയത്? ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ വീട്ടിൽ പറയുന്ന പോലെ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ച് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ പരിചയമുള്ളവരൊക്കെയും അവന്റെ വീട്ടിൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. എല്ലാവരും ആമേൻ പറഞ്ഞേ. എൻ്റെ 10-ാം വാക്യം അവസാന ഭാഗമാണ് നാം പ്രധാനമായി ഇന്ന് പകൽ ധ്യാനിപ്പാൻ വേണ്ടി പോകുന്നത്. യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞേ, യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ദ ടൈറ്റിൽ ഓഫ് ടുഡേസ് മെസ്സേജ്, ഡബിൾ ബ്ലെസ്സിംഗ്. ഇരട്ടി നന്മ, ഇരട്ടി നന്മ, ഇരട്ടി നന്മ. കൈയടിക്കാത്തത് കയ്യിൽ ബൈബിൾ ഉള്ളത് കൊണ്ടാണ്. നോ പ്രോബ്ലം. അടുത്ത് നിൽക്കുന്ന 5 പേര് നോക്കി വളരെ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ്, ഇത് ഇരട്ടി നന്മയുടെ സീസണാണ്. പറഞ്ഞേ മക്കൾ, പറ, ഇരട്ടി നന്മയുടെ സീസണാണ്. ഉപവാസത്തിന്റെ അവസാന സമയത്ത് കർത്താവ് നിങ്ങൾ നോക്കി പ്രവചനാത്മാവിൽ പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ആത്മീയത്തിൽ, നിങ്ങളുടെ ഭൗതികത്തിലൊക്കെ ഇത് ഇരട്ടി നന്മയുടെ സീസണാണ്. ഇരുന്ന് കേട്ടാട്ടെ. സ്തോത്രം പറയാൻ ഉള്ള നേരത്ത് എഴുന്നേൽപ്പാൻ മറക്കരുത്. ഇരട്ടി നന്മയുടെ കാലം. തിരുവചനം പറയുന്നു, നമുക്ക് സ്വർഗത്തിലൊരപ്പനുണ്ട്. അവൻ നിങ്ങൾക്ക് തിന്മ വരുവാൻ കാത്തിരിക്കുന്നവനല്ല. കാരണം ദൈവത്തിന്റെ ഹൃദയം ഒരിക്കലും കഠോരമായ കഠിന ഹൃദയമല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മയെ എത്ര അധികം നൽകും. എന്തോ നൽകും? നന്മയെ. ആക്സിഡന്റ് അല്ല, തകർച്ചയല്ല, നിലവിളിയും മുറവിളിയുമല്ല. പകരം ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, സ്വർഗ്ഗസ്ഥനായ അപ്പൻ എന്താണ് നൽകുന്നത്? നന്മയെ എത്ര അധികം നൽകും. യിരെമ്യാ പ്രവചനം 29:11 ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതായി പ്രവാചകൻ പറയുന്നു. പദ്ധതികളുടെ ദൈവം, പ്രകൃതിയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് സ്തോത്രം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ പ്ലാൻ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവൻ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ, നന്മയുടെ നിരൂപണങ്ങൾ, നന്മയുടെ പ്ലാനുകൾ, നന്മയുടെ ചിന്തകൾ ദൈവം നിങ്ങൾക്കായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, സാത്താൻ തിന്മയ്ക്കായി ചിന്തിക്കുന്നെങ്കിൽ, ഭൂമിയിൽ ആരെങ്കിലും തിന്മ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ, സർവശക്തനായ വലിയവനായ ദൈവം നിങ്ങളെക്കുറിച്ച് നന്മ ചിന്തിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.
ഒരു ഇരട്ടി അനുഗ്രഹമുണ്ട് സഹോദരങ്ങളെ, ഒരു ഇരട്ടി നന്മയുണ്ട്. നിങ്ങൾക്ക് 77 വയസ്സാണോ, 82ആണോ, 68ആണോ, 57ആണോ, ഐ വോണ്ട് കെയർ. നിങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ ഒരു ഇരട്ടിയുടെ സീസണിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി പോകുന്നു. കാരണം വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ നോക്കുമ്പോൾ ഒരു സീസൺ കൊണ്ട് ആരും തീർന്നു പോയതേ ഇല്ല. അവർ അനുഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു സീസണിലേക്ക് ദൈവമായ കർത്താവ് അവരെ കടത്തിവിട്ടു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവചനാത്മാവിൽ അനേകം ദൈവദാസന്മാർ പറഞ്ഞതാണ്, ഈ നാളുകളിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഒരു സീസൺ ചേഞ്ചിലാണ്. ഒരു സീസൺ ചേഞ്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു സീസൺ ചേഞ്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നോഹേ, നിനക്കൊരു സീസൺ ചേഞ്ച് ഉണ്ടോ? അവൻ പറയും, ജലപ്രളയത്തിനൊരു സീസൺ ഉണ്ടെങ്കിൽ അരരാത്തിൽ ഉറയ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. തേരഹിന്റെ മകനാകുന്ന അബ്രാമേ, പിൽക്കാലത്ത് അബ്രഹാമേ, നിനക്കൊരു സീസൺ ഉണ്ടോ? 24 വർഷം കാത്തിരിപ്പിന്റെ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ നിരാശകൾ മാറി എന്നെ ചിരിപ്പിക്കുന്നതായ, ഇസഹാക്ക് ജനിപ്പിക്കുന്നതായ ഒരു സീസൺ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മോശേ, അങ്ങക്ക് സീസൺ ഉണ്ടോ? ഒരു വിൽഡർനെസ്, ഒരു മരുഭൂമിയുടെ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രോമിസ് ലാൻഡ്, ഒരു വാഗ്ദത്ത ദേശത്തിന്റെ സീസൺ എന്റെ ജീവിതത്തിലുണ്ട്. ഏലിയാവേ, അങ്ങക്ക് സീസന്റെ ചേഞ്ച് അറിയാമോ? ഏലിയാ പറയും, 3.5 വർഷക്കാലം എനിക്ക് ഡ്രൗട്ട്, എനിക്ക് ഉണക്കായിരുന്നെങ്കിൽ, ക്ഷാമമായിരുന്നെങ്കിൽ 3.5 വർഷത്തിന് ശേഷം ശക്തമായ ഒരു മഴയുടെ സീസൺ എനിക്കറിയാം. ദാവീദിനോട് ചോദിക്കുക, ദാവീദേ, അങ്ങക്ക് സീസൺ മാറിയ കാലം അറിയാമോ? മരുഭൂമിയിൽ ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ടതായ ഒരു സീസൺ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു രാജസ്ഥാനത്തേക്ക് ഞാൻ കയറിയതായ ഒരു വലിയ സീസൺ ഉണ്ടായിരുന്നു. പൗലോസേ, പുതിയ നിയമത്തിൽ പൗലോസേ, അങ്ങക്ക് സീസൺ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറയും, കൊടുങ്കാറ്റിന്റെയും ഈശാന മൂലന്റെയും കപ്പൽ തകർച്ചയുടെയും സീസൺ ഉണ്ടായിരുന്നുവെങ്കിൽ ആർക്കും ഇരിപ്പാൻ കഴിയാത്ത അപ്പോസ്തലിക സ്ഥാനത്തിരുന്ന് റോമ പട്ടണത്തിൽ ഞാൻ എത്തിയ ഒരു സീസൺ ഉണ്ടായിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് പകൽക്കാലം നിങ്ങൾ കിതയ്ക്കാൻ പോകുന്നില്ല, പകരം യുദ്ധ കുതിരയ്ക്ക് സമാനമായി ദൈവിക ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കുവാൻ വേണ്ടി പോകുന്നു. ഇരട്ടി നന്മയുമായി, ഇരട്ടി അനുഗ്രഹവുമായി കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ച്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇയ്യോബിന്റെ സഹിഷ്ണുതയാണ് അവന്റെ ഇരട്ടി നന്മയ്ക്ക് കാരണമായത്. ഒരിക്കൽ കൂടെ, ഇയ്യോബിന്റെ പെർസിവറൻസ്, ഇയ്യോബിന്റെ സഹിഷ്ണുതയാണ് അവനെ ആ ഇരട്ടി നന്മയിലേക്ക് കയറുവാൻ സഹായിച്ചതായ ഗോവീടി. എല്ലാവരും പറഞ്ഞാട്ടെ, സഹിഷ്ണുത. ഇയ്യോബിന്റെ സഹിഷ്ണുത, പെർസിവറൻസ്, പേഷ്യൻസ്, ഡൂയിങ്. ഓ, പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ക്ഷമയും അധ്വാനവും, ക്ഷമയും സ്ഥിരോത്സാഹവും, ക്ഷമയും സ്ഥിരോത്സാഹവും. എന്റെ മലയാളം ശരിയായി കാണത്തില്ല, എന്നാൽ സ്തോത്രം, ആ പെർസിവറൻസ് ആണ് ഇയ്യോബിനെ ആ ഇരട്ടി നന്മയിലേക്ക് സ്തോത്രം എത്തിച്ചത്. ഇത് റെഡിമെയ്ഡ് തലമുറയാണ്, ഇൻസ്റ്റന്റ് ഫുഡാണ്, ഇൻസ്റ്റന്റ് ഡ്രസ്സാണ്, എല്ലാം ഇൻസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ദൈവകൃപയാൽ മനസ്സിലാക്കണമേ, മനുഷ്യന്റെ സ്വഭാവമല്ല, ദൈവത്തിന്റെ സ്വഭാവമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ അപ്പച്ചൻ സഹിക്കുന്നില്ല ഇത്രയും കാലമായി, അത് തന്നെ അവന്റെ വലിയ സഹിഷ്ണുതയാണ്. 103-ാം സങ്കീർത്തനം 8-ാം വാക്യം വേദപുസ്തകം പറയുന്നു, യഹോവ ദീർഘക്ഷമയുള്ളവൻ. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞാട്ടെ, ദൈവം ആരാണ്? ദീർഘക്ഷമയുള്ളവൻ. കർത്താവ് ദീർഘക്ഷമയുള്ളവൻ. 110-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം അവനും കാത്തിരിക്കുന്ന. സാത്താനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിലെ മരണത്താൽ യേശു കർത്താവ് പരാജയപ്പെടുത്തി. സ്തോത്രം, അതെ, ഉയർത്തെഴുന്നേറ്റ്. പക്ഷേ സ്തോത്രം, അതെ, സാത്താൻ ഇന്ന് നരകത്തിൽ വീഴ്ത്തപ്പെട്ടിട്ടില്ല. ഫൈനൽ വിക്ടറി ഇനിയും കിടക്കുകയാണ് കർത്താവിനെ സംബന്ധിച്ച്. സ്തോത്രം, അവൻ കാത്തിരിക്കുകയാണ്. അവൻ 1000 വർഷം ഈ ലോകത്തെ അധികാരം നടത്തുവാൻ, ഭരിപ്പാൻ യേശു വരുവാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം വെള്ള സിംഹാസന ന്യായവിധിയുണ്ട്. അതിനുശേഷം ഒറ്റ ദൂതൻ ഇറങ്ങി, ഒരു ബറ്റാലിയൻ ദൂതനല്ല, ഒറ്റ ദൂതൻ ഇറങ്ങി. 2 ദൂതന്മാരുള്ള ആരെങ്കിലും സ്വതന്ത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചേ. ഒറ്റ ദൂതൻ ഇറങ്ങി സാത്താനെ ചങ്ങലക്കിടും. അവസാനമായി സാത്താൻ ഉൾപ്പെടെ ഉള്ളതായ ദുഷ്ടരെ അത് ന്യായവിധിക്കും. സാത്താനെ അവസാനമായി നരകത്തിയിലേക്ക് തള്ളിയിടും. കർത്താവ് യേശുവും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പിതാവായ ദൈവം ക്ഷമയുടെ കർത്താവ്, യേശു കർത്താവ് ക്ഷമയുടെ കർത്താവ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഗലാത്യർ 5:22 പറയുന്നു, ആത്മാ
കർത്താവിന്റെ നാലാമത്തെ സ്തോത്രം ഫലമെന്ന് പറയുന്നത് ദീർഘക്ഷമയാണ്. അതേ, സ്തോത്രം, കർത്താവ് ക്ഷമയുടെ ദൈവമാണ്. 2 പത്രോസ് 2:3 പറയുന്നു, സ്തോത്രം, ദീർഘക്ഷമയോടെ യേശു കർത്താവ് കാത്തിരിക്കുകയാണ്. 2 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദീർഘക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ചിലർ കൂടെ മാനസാന്തരപ്പെടുവാൻ, ചിലർ കൂടെ രക്ഷിക്കപ്പെടുവാൻ. നിന്റെ വീട്ടിലുള്ള ചിലരായിരിക്കാം, നിന്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ചിലരായിരിക്കാം, നിന്റെ സ്നേഹിതരായ ചിലർ കർത്താവിനെ കണ്ടെത്തുവാൻ വേണ്ടിയായിരിക്കാം. യേശു കർത്താവ് കഴിഞ്ഞ രാത്രി വന്നില്ല, അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശു കഴിഞ്ഞ ആഴ്ച വന്നില്ല, യേശു കഴിഞ്ഞ മാസത്തിൽ വന്നില്ല. ചിലർ കൂടെ, നമ്മുടെ ഫ്രണ്ട് സർക്കിളും നമ്മുടെ അറിവിലുമുള്ളതായ ചിലർ കൂടെ ദൈവകൃപയാൽ കടന്നു വരുവാൻ അവനും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേദപുസ്തകം പറയുന്നതായ അനുഗ്രഹമാണ് ഇരട്ടി നന്മ, ഡബിൾ ബ്ലെസ്സിങ്. ഇരട്ടി നന്മ പഴയ നിയമത്തിൽ ഒരു ടേമാണ് ഇരട്ടി ഓഹരി. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് ഇരട്ടി ഓഹരി? ആർക്കാണ് ഈ ഡബിൾ പോർഷൻ അല്ലെങ്കിൽ ഇരട്ടി നന്മ അല്ലെങ്കിൽ ഇരട്ടി അനുഗ്രഹം, സ്തോത്രം ആർക്കാണ് നൽകുന്നത്? മൂത്ത പുത്രനാണ് ഇരട്ടി നന്മ നൽകുന്നത്. എൻ്റെ ഇളയവൻ ഒരുത്തന് എങ്ങാണ്ട് ഉണ്ടായിരുന്നു അവിടെ. എന്തിയെ? മൂത്ത പുത്രനാണ് ഇരട്ടി നന്മ, സ്തോത്രം നൽകുന്നതെന്ന് അത് എൻ്റെ ബൈബിൾ പറയുന്നു. അവൻ നോക്കാൻ വേണ്ടി, അവന് വേണ്ടി മാത്രം ഞാൻ പറയാം. ആവർത്തനം 21:17, ആവർത്തനം 21:17 പറയുന്നു, സ്തോത്രം, ഇരട്ടി അതെ നന്മ നൽകുന്നത് മൂത്ത പുത്രനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്തോത്രം, അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിന് ഇരട്ടി നന്മ വന്നോ? നോ, ഇരട്ടി നന്മ വേറെ വരേണ്ടി വന്നില്ല. കാര്യം എന്താണ്? ഇസ്ഹാക്കിന്, സ്തോത്രം, ആ അനുഗ്രഹം ആകെ മൊത്തം ഒന്നായിരുന്നു, അവന് മാത്രമായിരുന്നു ആ അനുഗ്രഹം കൊടുത്തത്. സ്തോത്രം, ഇഷ്മായേൽ ആ ലിസ്റ്റിൽ പെടാത്തവനാണ്. എന്നാൽ നോക്കണമേ, അടുത്ത തലമുറയിൽ വന്നപ്പോൾ യാക്കോബിന് നൽകി, യേശാവിന് കൊടുത്തതേയില്ല. കാരണം ആ അവകാശം, സ്തോത്രം, അത് യാക്കോബിന്റെ മേലാണ് വന്നത്. യാക്കോബിൽ നിന്ന് ആ അനുഗ്രഹം അടുത്തു വന്നത് രൂബേനല്ല വന്നത്, യേശാവിനല്ല. കഴിഞ്ഞ തലമുറയിൽ വന്നതുപോലെ അടുത്ത തലമുറ വന്നപ്പോൾ രൂബേനല്ല ആ അനുഗ്രഹം വന്നത്. സ്തോത്രം, യാക്കോബ് മരിപ്പാറായി കിടക്കുന്നതായ സമയത്ത് ഉൽപ്പത്തി പുസ്തകം 48:22 വേദപുസ്തകം പറയുന്നു, ആ ജ്യേഷ്ഠാവകാശം, ആ ഇരട്ടി നന്മ, ജ്യേഷ്ഠാവകാശം, സീനിയോറിറ്റി മുഴുവൻ തെറ്റിച്ചുകൊണ്ട് രൂബേനല്ല, ശിമെയിക്കല്ല, ലേവിക്കല്ല, യഹൂദക്കല്ല, ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ കഷ്ടപ്പെട്ട, സ്തോത്രം, യോസെഫിലേക്കാണ് അത് കടന്നു വന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച, ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദയും അപമാനവും അനുഭവിച്ച, ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ യോസേഫിലേക്കാണ് ആ ഇരട്ടി അനുഗ്രഹം തേടി എത്തിയത്. ഇന്ന് ഈ ദിവസം നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നീ ആണെങ്കിൽ, ഏറ്റവും കൂടുതൽ പഴിയും ദൂഷിയും അനുഭവിച്ചത് നീ ആണെങ്കിൽ, നിന്റെ തലയിൽ ആ നിന്ദയല്ല, അപമാനമല്ല ഇനി കേറുവാൻ ദൈവം അനുവദിക്കുന്നത്. അപ്പച്ചൻ പറയുകയാണ്, മക്കളെ, ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ടവരുടെ നടുവിൽ നിന്റെ തലയിൽ നിനക്കായി ഞാൻ ഒരു ഇരട്ടി നന്മ അതേ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്തോത്രം അതേ ലെവലിൽ നിന്ന് ഈ പ്രകാരം പറയട്ടെ, there will be always a double for your trouble. Always there will be a double for your trouble. നീ കടന്നു വന്നതായ സകല പ്രതിസന്ധിക്കും, സകല ട്രബിളിനും നിനക്കൊരു ഇരട്ടിയുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നാമതായി മനസ്സിലാക്കണമേ, ആർക്കാണ് ഇരട്ടി? നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രബിൾ അനുഭവിച്ചാരാണോ, ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചവരാണോ? തിരുവചനം പറയുന്നു, സുരേഷ് ബാബു അല്ല, തിരുവചനം പറയുന്നു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച ചിലർ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. അവർക്കായിരിക്കും ഏറ്റവും, സ്തോത്രം, നന്മയുടെ ഈ ഇരട്ടി അനുഗ്രഹം ലഭിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഇരട്ടി നന്മയ്ക്കായുള്ളത്, സ്തോത്രം, അത് ദൈവത്തിന്റെ ഫേവറാണ്. ദൈവത്തിൻ്റെ വലിയ കൃപാ കടാക്ഷമാണ്. ദൈവത്തിൻ്റെ ഭയങ്കര ഫേവറാണ്. ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവർക്ക് ഇരട്ടി നന്മയുണ്ട്. എങ്ങനെ കാണുവാൻ കൊണ്ട് കഴിയും? 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, എൽക്കാനാ പെനീനയേക്കാൾ, സ്തോത്രം, ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി നൽകി. പെനീനയേക്കാൾ ഇരട്ടി നന്മ എൽക്കാന എന്ന ഭർത്താവ് ഹന്നയ്ക്ക് നൽകി. കേട്ടവർ ആമേൻ പറഞ്ഞേ. കാരണം തിരുവചനം പറയുന്നു, ഹന്ന പെനീനയുടെ മുൻപിൽ, സ്തോത്രം, നിന്ദിതയായിരുന്നു. അതേ, സ്തോത്രം, പെനീനമാരുടെ മുൻപിൽ ഹന്നം നിന്ദിതയായിരുന്നത് പോലെ നീയും ആരുടെയൊക്കെ മുൻപിൽ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ മനസ്സിലാക്കണമേ, എന്നും നിന്നയല്ല, നിന്ദിക്കുന്നവരുടെ നടുവിൽ മാനിക്കുന്നതായ ഒരു എൽക്കാനയാകുന്ന നല്ല കർത്താവ് നിനക്കായി ജീവിക്കുന്നു.
പെനീനമാർ ദേശത്തിലുണ്ട്, പെനീനമാർ വീട്ടിലുണ്ട്, ലോകത്തിൽ പലയിടങ്ങളിൽ പെനീനമാരുണ്ടായിരിക്കും. പക്ഷേ തിരുവചനം പറയുന്നു, ഓ സ്തോത്രം, അതേ പെനീനയെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 1 ശമൂവേലിന്റെ ചില അധ്യായത്തിൽ മാത്രമാണ്. പെനീന, മറ്റുള്ളവരെ നിന്ദിച്ച പെനീന ഒരു പരിധി വരെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പെനീനയ്ക്ക് പരിധിയുണ്ട്. എന്നാൽ നിന്ന് സഹിക്കുന്ന ഹന്നേ, നിനക്കും നിന്റെ സന്തതിക്കും പരിധിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്ന് സഹിക്കുന്ന ഹന്നയ്ക്ക് പരിധിയില്ല. കാരണം വേദപുസ്തകം പറയുന്നു, ന്യായാധിപന്മാരിൽ നിന്ന് രാജാക്കന്മാർ എഴുന്നേൽപ്പിപ്പാൻ തൈലക്കൊമ്പുമായി ഒരു ശമൂവേൽ പുറപ്പെടുകയാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ടൈമില്ല. അതേ, രാജാക്കന്മാർ എഴുന്നേൽപ്പിപ്പാൻ, രാജാക്കന്മാർ അതുവരെ സഭ കണ്ടിട്ടില്ലാത്ത, അതുവരെ ജനം കണ്ടിട്ടില്ലാത്ത പുതിയൊരു ശുശ്രൂഷ തലമുറയെ എഴുന്നേൽപ്പിപ്പാൻ തൈലക്കൊമ്പുമായി ഈ ശമൂവേൽ, ഈ അമ്മച്ചിയുടെ മകൻ, ഈ ഹന്നയുടെ മകൻ കടന്നു പോകുകയാണ്. ഹേ ശമൂവേലേ, ഏത് കടയിൽ നിന്നാണ് നിനക്ക് ആ കൊമ്പ് കിട്ടിയത്? അവൻ പറയും, കടയിൽ നിന്നല്ല കിട്ടിയത്. ഇന്നലെ ജീവനുണ്ടായിരുന്ന ഒരു ആടുണ്ടായിരുന്നു. ആ ആട് കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ഈ കൊമ്പ് എന്റെ കയ്യിൽ വന്നത്. ഓ, അഭിഷേകത്തിന്റെ കൊമ്പ് അവന് ലഭിച്ചത് ഒരാട് കൊല്ലപ്പെട്ടത് കൊണ്ടെന്ന് അർത്ഥം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന കർത്താവ് യേശു ക്രിസ്തു നിനക്കും എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇന്ന് പകലും ദൈവകൃപയാൽ അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകുന്നു. ഹല്ലേലൂയ. ശമൂവേൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ശമൂവേൽ ദാവീദിനെ പിൽക്കാലത്തെ രാജാവായി അഭിഷേകം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഇതുവരെ ചർച്ച കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ദൈവസഭ വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലതിനെ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ സർവീസിൽ നിന്ന് തന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. കമാൻ, കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്. പുതിയ ചലനങ്ങൾ, പുതിയ ഉറവകൾ, പുതിയ ഉണർവുകൾ, പുതിയ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. പഴമകൾ കണ്ട് ജീവിച്ച സ്ഥാനത്ത് നിന്ന് പുതിയതിന്റെ ഉറവകൾ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം തുറക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഹന്നയ്ക്ക് സ്തോത്രം. അതേ, ഹന്നയ്ക്ക് എൽക്കാനയുടെ മുൻപിൽ ഫേവർ ലഭിച്ചു. അവൾക്ക് ഇരട്ടി ഓഹരി ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് ഇരട്ടിയായി ആരുടെയെങ്കിലും മേൽ ദൈവം എന്തെങ്കിലും പകരുന്നെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ പുറമേ ഉള്ളതായ സൗന്ദര്യമോ കുടുംബമോ വിദ്യാഭ്യാസമോ അല്ല, അത് കർത്താവിന്റെ ഫേവറാണ്. കർത്താവിന്റെ ഫേവറാണ്. മൂന്നാമതൊരിക്കൽ കൂടെ കർത്താവിന്റെ ഫേവറാണ്. ക്രൈസ്റ്റ് സെന്റർ നമുക്ക് ഏതോ ചുമ്മാതല്ല ജീവിക്കേണ്ടത്. Come on, വാ, ദൈവത്തിന്റെ ഫേവറിൽ നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ആ കുഞ്ഞ് ഇംഗ്ലീഷ് വാക്ക് വിളിച്ചു പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സഖരിയ പ്രവചനം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇരട്ടി നന്മ ദൈവം നൽകുന്നത്. സഖരിയ 9:12 കർത്താവ് പറയുകയാണ്, ഇസ്രായേലിനെ നോക്കി. ഇസ്രായേൽ എന്ന യെരൂശലേമിലല്ല, ഇസ്രായേൽ എന്ന ഇസ്രായേൽ ദേശത്തും അല്ല. അവർ പ്രവാസികളായി സ്തോത്രം ഇതാ ബാബേലിൽ കിടക്കുകയാണ്. അവർക്ക് സ്വന്തം വീട് നഷ്ടപ്പെട്ടു, സ്വന്തം പട്ടണങ്ങൾ നഷ്ടപ്പെട്ടു, സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, അവരുടെ ദേവാലയം പൊളിക്കപ്പെട്ടു. അങ്ങനെ നാമാവശേഷമായി തകർന്ന് നുറുകി അന്യദേശത്തേക്ക് അവരിതാ പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരിതാ അന്യദേശത്ത് കിടക്കുകയാണ്. 137-ാം സങ്കീർത്തനം പറയുന്നു, സ്തോത്രം, അതേ, അരളി വൃക്ഷങ്ങളിൽ തങ്ങളുടെ ടാമ്പറിനിട്ട് കിന്നരങ്ങളിട്ട് അവരിതാ നിരാശയുടെ പാട്ട് പാടിയിരിക്കുകയാണ്. By the rivers of Babylon. ബോണിയമല്ല, ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സെഷനാണ്. സ്തോത്രം. നോക്കണമേ, അങ്ങനെ അരളി വൃക്ഷങ്ങളുടെ നടുവിൽ അവരിതാ നിരാശരായിരിക്കുന്നതായ സമയത്ത് സഖരിയ പ്രവാചകൻ പറയുന്നു, എന്നും തകർച്ചയല്ല, എന്നും പൊളിഞ്ഞു കിടക്കത്തില്ല, എന്നും പ്രവാസമായിരിക്കത്തില്ല. തകർന്നവർ കേട്ടാട്ടെ, തകർന്ന ബിസിനസ്സുകാർ കേട്ടാട്ടെ, തകർന്ന വ്യക്തികളും കുടുംബങ്ങളും കേട്ടാട്ടെ, ഉടഞ്ഞവർ കേട്ടാട്ടെ, നിനക്കൊരു ഇരട്ടി നന്മയുണ്ടെന്ന്. സഖരിയ 9:12. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഈ ദിവസം ഉടഞ്ഞും തകർന്നും നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ഇരിക്കുന്നവരെ, നിനക്കൊരു ഇരട്ടിയുണ്ട്.
ഇരട്ടിയുണ്ട്. നീ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, നോവേ, സ്തോത്രം, ഈ കണ്ടീഷൻ തുടരത്തില്ല. നിനക്കൊരു തിരിച്ചുവരവുണ്ട്. നിന്നെ നോക്കി പരിഹസിച്ചവരുടെ നടുവിൽ, നിന്നെ നോക്കി വാട കുത്തിയവരുടെ നടുവിൽ ഞാൻ ഇരട്ടിപ്പിന്റെ ദൈവമെന്ന് നിന്റെ ജീവിതത്തിൽ ഞാനിതാ തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. ഹീസ് ദ ഗാഡ് ഓഫ് റെസ്റ്റോറേഷൻ. അവൻ തകർന്നതിനെ മടക്കി തന്ന് ഇരട്ടി നന്മ നൽകുന്നവനാണ്. ഹല്ലേലൂയ. സർപ്രൈസായി നിന്റെ ജീവിതത്തിൽ അധികം ട്രബിൾ കണ്ടെങ്കിൽ നിനക്കൊരു ഇരട്ടിയുണ്ട്. ഫേവർ ഉണ്ടെങ്കിൽ നിനക്കൊരു ഇരട്ടിയുണ്ട്. നിനക്കൊരു തകർച്ചയുണ്ടെങ്കിൽ നിനക്കൊരു ഇരട്ടിയുണ്ട്. മാത്രമല്ല, വില കൊടുത്താൽ നിനക്ക് ഇരട്ടിയുണ്ട്. നിങ്ങൾ ചോദിക്കാം, ബ്രദർ സുരേഷ് ബാബു, ആരാണ് വില കൊടുത്ത് ഇരട്ടിപ്പ് മേടിച്ചത്? ഇതുവരെയും ഇരട്ടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നതായ സ്തോത്രം കാര്യം ഇതായിരിക്കും, എപ്പ എലിശയെ കുറിച്ച് പറയൂ. കാരണം ഇത് നിസാര പുള്ളികൾ അല്ല. കർത്താവേ, ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുമ്പോൾ കൺക്ലൂഷൻ എഴുതുന്ന പാർട്ടികളാണ് എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഒരുവിധപ്പെട്ടവരൊന്നും ഇവിടെ രക്ഷപ്പെട്ടു പോകത്തില്ല. വില കൊടുത്ത് ഒരുവനിതാ ഏലിയാവിന്റെ പിന്നാലെ കടന്നു പോകുന്നു. അവൻ ആ ദേശത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. അവൻ ആ ദേശത്തിൽ ഹെക്ടറുകളും ഏക്കറുകളും ഉണ്ടായിരുന്നവനായിരുന്നു. നല്ലൊരു സക്സസ്ഫുൾ കൃഷിക്കാരനായിരുന്നു എലീശ. അവനിതാ സ്തോത്രം തന്റെ മേൽ വിളിയുടെ പുതപ്പ് വന്നപ്പോൾ ജഡരക്തങ്ങളോടോ കമ്മിറ്റിയോടോ ചോദിച്ചില്ല. കാരണം വിളിച്ചത് മനുഷ്യനല്ല, വിളിച്ചത് ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിളിയുള്ള വലിയൊരു കൂട്ടം എന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനോട് ചോദിച്ചില്ല. മനുഷ്യനോട് ചോദിച്ചെങ്കിൽ ഇന്നും എലീശയ്ക്ക് ഇറങ്ങാൻ കഴിയത്തില്ലായിരുന്നു. മനുഷ്യരോട് എല്ലാവരോടും ചോദിച്ചിട്ട് സ്നാനപ്പെട്ടെങ്കിൽ ഇന്നും നീ സ്നാനപ്പെടത്തില്ലായിരുന്നു. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട് സ്തോത്രം. അങ്ങനെ എലീശയുടെ മേൽ നിയോഗം വന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, തന്റെ കൃഷി ആയുധങ്ങൾ അവൻ സൂക്ഷിച്ചു വച്ചിട്ട് ഏലിയാവിന്റെ പിന്നാലെ പോയി എന്നല്ല ബൈബിൾ പറയുന്നത്. പകരം സ്തോത്രം അവനെ അതിനെ വെട്ടി മുറിച്ച് അതിനെ ചാരമാക്കി അതിനെ യാഗമാക്കിയിട്ടാണ് അവൻ പോയത്. പത്രോസും ശേഷം അപ്പോസ്തലന്മാരും അങ്ങനെയല്ല പോയത്. അവർ സൂക്ഷിച്ചു വച്ചിട്ടാണ് പോയത്. സ്തോത്രം. അതെ, വള്ളവും വലയും അവർ സൂക്ഷിച്ചു വച്ചിട്ടാണ് പോയത്. ഇൻ കേസ് അതെ ഒന്ന് തിരിച്ചു വരേണ്ടി വന്നാലോ എന്ന് പറഞ്ഞ് അവർ സൂക്ഷിച്ചു വച്ചിട്ടാണ് പോയത്. നല്ല ഞായറാഴ്ചയാണ്, അനുഗ്രഹിക്കാനാണ് ഇന്ന് പകൽ എനിക്കുള്ളതായ നിയോഗം. പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. മറ്റേ പാരമ്പര്യ പള്ളിയിലുള്ള മാസവരി കൊടുക്കുന്നത് നമ്മൾ നിർത്തിയിട്ടില്ല. ഇൻ കേസ് ഒരു പക്ഷേ തിരിച്ചു പോകേണ്ടി വന്നാലോ എന്ന് പറഞ്ഞു മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, പിൻവാതിൽ അടയ്ക്കാം. ഒന്ന് പറഞ്ഞാട്ടെ, പിൻവാതിൽ അടച്ചാട്ടെ, പിൻവാതിൽ അടച്ചാട്ടെ, പിൻവാതിൽ അടച്ചാട്ടെ. അപ്പോസ്തലന്മാർ പിൻവാതിൽ അടച്ചിട്ടല്ല പോയത്. അപ്പോസ്തലന്മാർ സ്തോത്രം ഇൻ കേസ് തിരിച്ചു വന്നാലോ എന്ന് പറഞ്ഞ് ആ വള്ളവും വലിയും വച്ചിട്ടാണ് പോയത്. പക്ഷെ എലീശായുടെ പോക്ക് അങ്ങനെയല്ല. അവൻ ഒറ്റ പോക്കേ ഉള്ളൂ. അവൻ അറിയാം, ഞാൻ മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. എനിക്ക് പിന്നോട്ട് വരാനൊരു സാധ്യതയില്ല. കൈയടിക്കുന്നേ, നേരെ കൈയടിക്കണം. എനിക്ക് പിന്നോട്ട് വരുവാൻ കഴിയത്തില്ല. എനിക്ക് പിന്നോട്ട് വന്നാൽ ഒന്നും എന്നെ കാത്തിരിക്കുന്നില്ല. ആരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ബഥേലിൽ നിന്ന്, ഗിൽഗാദിൽ നിന്ന് ബഥേലിലേക്ക്, ബഥേലിൽ നിന്ന് യെരിഹോവിലേക്ക്, യെരിഹോ കഴിഞ്ഞിട്ട് അടുത്ത യോർദാൻ വന്നിട്ടും അവൻ പറഞ്ഞു, നോ, ഞാൻ പിന്നിലേക്ക് പോകുന്ന ഞണ്ടല്ല, ഞാൻ മുന്നിലേക്ക് ഒഴുക്കിന് നേരെ നിൽക്കുന്ന മത്സ്യത്തെ പോലെ അത്രേ. ലെറ്റ് മീ മൂവ് ഫോർവേഡ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്ത് വെല്ലുവിളി വന്നാലും ഞാൻ മുന്നോട്ട് പോകട്ടെ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവകൃപയാൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലും ആരോ പറയുന്നു, ഞാനും മുന്നോട്ട് പോകട്ടെ. ആരേലും ഉണ്ടോ? കമാൻ, ആരേലും ഉണ്ടോ? പിന്നോട്ട് പോയാൽ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല, എനിക്കൊന്നുമില്ല. ലെറ്റ് മീ മൂവ് ഫോർവേഡ്. അവൻ വില കൊടുത്തു. അവൻ തന്റെ കൃഷി ആയുധത്തെ, തന്റെ ഉപജീവന മാർഗത്തെ, തന്റെ വരുമാനത്തെ അവൻ ഹോമയാഗമാക്കിയിട്ട്, അവൻ യാഗമാക്കിയിട്ട്, അവൻ എരിച്ചു കളഞ്ഞിട്ട് വില കൊടുത്ത് ഈ കുട്ടികൾ കേൾക്കണം കേട്ടോ. വില കൊടുത്തിട്ട്, ജീവിത മാർഗത്തിനല്ല, വയറ് പിഴയ്ക്കാനല്ല, വില കൊടുത്തിട്ട് അവൻ മുന്നോട്ട് പോയി. വില കൊടുത്ത് നല്ല കർത്താവിനെ സേവിച്ചാട്ടെ, വില കൊടുത്ത് ആരാധിച്ചാട്ടെ, വില കൊടുത്ത് ദൈവസന്നിധിയിൽ വന്നാട്ടെ. ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? ആരാ അഭിഷേകം ചുമക്കുന്നത്? ആരാ ദൈവകൃപയാൽ അനുഗ്രഹമായി വെളിപ്പെടുന്നത്? വില കൊടുത്തു വരുന്നവർ, വില കൊടുത്ത് ദൈവത്തെ ആരാധിക്ക്. വില കൊടുത്തവന്റെ മേൽ 70 കിലോഗ്രാം വെയിറ്റുള്ള ഏരിയ ഉയർന്നപ്പോൾ 1 കിലോഗ്രാം മാത്രം ഭാരമുള്ളതായ പുതപ്പ് അവന്റെ മേൽ താഴേക്ക് വന്ന ഏരിയാവ് പോയി, പുതപ്പ് താഴേക്ക് വന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഫിസിക്സ് തോറ്റു, ദൈവം ജയിച്ചു.
ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവ് പോയി പുതപ്പ് താഴേക്ക് വന്നു. വില കൊടുക്കുന്നു, നിനക്ക് ഇരട്ടി പങ്കുണ്ട്. ഇരട്ടി അഭിഷേകത്താൽ എലീശ നിറഞ്ഞത് അവൻ വില കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് പകരം വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അത് 1 തീമോഥെയോസ് 5:17 പുതിയ നിയമസഭയുടെ ശുശ്രൂഷ വൃന്ദങ്ങളെ കുറിച്ച് പൗലോസ് സ്തോത്രം യുവ ശുശ്രൂഷകനായ തീമോഥെയോസിനോട് പറയുമ്പോൾ പറയുന്നു, വിശ്വസ്തരായ അതേ എൽഡേഴ്സിനെ, മൂപ്പന്മാരെ മാനിക്കുക. വിശ്വസ്തരായ മൂപ്പന്മാരെ മാനിക്കുക. ഞാൻ ചിലരുടെ പേരുകൾ മാത്രമാണ് നേരത്തെ പറഞ്ഞത്. ആരെങ്കിലും പേര് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ താങ്ക് യു, ആരും എന്നോട് ഒഫൻഡ് ആകല്ല. പകരം ദൈവകൃപയാൽ പറയട്ടെ, സ്തോത്രം, മനുഷ്യർ പറയാൻ വിട്ടു കാണും, മനുഷ്യർ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു കാണും. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഒരിക്കലും മറക്കാത്ത, മാനിക്കുന്ന ഒരു ദൈവം നിനക്കായി ജീവിക്കുന്ന 1 തീമോഥെയോസ് 5:17 പറയുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ എന്ത് ചെയ്യണം? ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. നന്നായി അധ്വാനിക്കുന്നവരെ, വിശ്വസ്ത ശുശ്രൂഷകന്മാരെ നോക്കി പറയുന്നു, വിശ്വസ്ത പാസ്റ്റർമാരെയും പ്രീച്ചേഴ്സിനെ നോക്കി പറയുന്നു, ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, വിശ്വസ്തരായി ദൈവത്തിന് വേണ്ടി നിന്നാൽ, സ്തോത്രം, അത് യൂത്ത് മീറ്റിംഗ് ആകട്ടെ, അത് സൺഡേ സ്കൂൾ ആകട്ടെ, അത് കൊയർ ആകട്ടെ, ഉഴപ്പാതെ വിശ്വസ്തരായി നിന്നാൽ, സ്തോത്രം, രഹസ്യത്തിൽ നീ വിശ്വസ്തത തെളിയിച്ചാൽ പരസ്യത്തിൽ നിന്നെയും നിന്റെ തലമുറയും ദൈവമാരി ാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഇംഗ്ലീഷ് സർവീസിന് ഫിലോമിന ജോൺസൺ, സ്തോത്രം, ഫിലോമിന ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ജോൺസൺ അങ്കിൾ ഈ സർവീസിന് എങ്ങാണ്ടുണ്ട്. വേറെ അറിയോ ജോൺസൺ അങ്കിൾ? യെസ്, ഹല്ലേലൂയ. കൊച്ചു മനുഷ്യൻ ക്യാമറയുടെ പിന്നിലിരുന്നത് കൊണ്ട് കണ്ടില്ല, സോറി. സ്തോത്രം, അതേ സക്കായി ഇരുന്നത് പോലെ. ഓ ഹല്ലേലൂയ. ഇവരെ വർഷങ്ങൾക്ക് മുമ്പ് ജോൺസൺ അങ്കിളും ഫിലോമിന ആൻറ്റിയും ഉദയ്പൂരായിരിക്കുമ്പോൾ അവിടെ ഡോക്ടർ തോമസ് മാത്യുമായി അസോസിയേറ്റ് ആയിരുന്നു. ഇന്നേക്ക് പ്രോബ്ലി 40 years ബാക്ക്, 40 വർഷങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം കണ്ണുനീരോട് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ദേവദാസൻ വിശ്വസ്തയോടെ ഇരട്ടി മാനത്തിന് യോഗ്യനായി ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ദേവദാസനായിരുന്നു. കഴിക്കാൻ ആഹാരമില്ല. രാജസ്ഥാനാണ്. സ്തോത്രം, മഴ വളരെ കുറവാണ്. വെള്ളവും സ്തോത്രം അതേ കൃഷി സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ അവർ സ്തോത്രം ടൊമാറ്റോ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കും. ചില മാസങ്ങളെ കിട്ടത്തുള്ളൂ. ടൊമാറ്റോ വളർത്തും. എന്തിനാണ് ആ മാസങ്ങൾ പട്ടിണി തീർക്കാൻ. സ്തോത്രം, ആ പട്ടിണി വരുന്ന സമയത്ത് ടൊമാറ്റോ അമിതമായി കഴിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. പാർശ്വങ്ങൾ വിശക്കുമ്പോൾ പട്ടിണി വരുന്നതായ സമയത്ത് ഓടിപ്പോയി ധാരാളം ടൊമാറ്റോ കഴിക്കുമായിരുന്നു. പുരുഷന്മാർ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വിശദ വിവരങ്ങൾക്ക് എന്നോടല്ല, ഡയറ്റീഷ്യനോട് ചോദിച്ചാട്ടെ. അവസാനം കിഡ്നി സ്റ്റോൺ കടന്നു വന്നു. പുഴു പിടയ്ക്കുന്നത് പോലെ വേദനയെടുത്ത് ഡോക്ടർ തോമസ് മാത്യു പിടയ്ക്കുന്നത് ഈ കുടുംബം കണ്ടിട്ടുണ്ട്. സ്തോത്രം, അതേ ശുശ്രൂഷ നിമിത്തം സ്വന്തം ദേശം വിട്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് അന്തരീക്ഷങ്ങൾ വിട്ട്, സ്തോത്രം, രാജസ്ഥാനിലേക്ക് പോയി. പട്ടിണിയാണ്, പരിവട്ടമാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ശുശ്രൂഷ എന്ന് പറയുന്നത് പണസമ്പാദനമല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് ചെത്തുന്നതല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത്, സ്തോത്രം, ഞങ്ങൾക്ക് മരണവും നിങ്ങൾക്ക് ജീവനും എന്ന് പറയുന്നതിന്റെ പേരാണ് ശുശ്രൂഷ. ഹല്ലേലൂയ. സ്തോത്രം, ആ ദേവദാസൻ ധാരാളമായി ടൊമാറ്റോ കഴിച്ച് കിഡ്നി സ്റ്റോണിനാൽ സ്തോത്രം വേദനിച്ച് കിടന്ന് പിടക്കുകയാണ്. പക്ഷേ ആ ദിവസങ്ങൾ അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്. ഗ്രേസ്, ഗ്ലോറി, പോൾ. ആ 3 കുട്ടികളെയും കൊണ്ട് ഒരൊറ്റ മീറ്റിങ്ങിന് അവർ മുടക്കത്തില്ല. എല്ലാ വീട്ടു പ്രാർത്ഥനയ്ക്കും 3 പിള്ളേരുണ്ടായിരിക്കും. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും 3 കുട്ടികളുണ്ടായിരിക്കും. പിറ്റേന്ന് എക്സാമിനേഷൻ ആയിരിക്കാം, സ്കൂളായിരിക്കാം, ഡസൻറ്റ് മാറ്റർ. സ്തോത്രം, അതേ ആ കുട്ടികളെയും കൊണ്ടാണ് അവർ ആ യോഗത്തിന് പോയത്. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, സ്തോത്രം, അതേ ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായോ? ഞാൻ പറയട്ടെ, നിന്റെ ട്യൂഷനല്ല, നിന്റെ കോച്ചല്ല, നിന്റെ സ്കൂളല്ല, നിന്റെ അധ്യാപകരല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത്. ശലോമോന് ജ്ഞാനം നൽകിയ ദൈവമാണ് നിന്റെയും നിന്റെ മക്കളെയും മാനിക്കുന്നത്. സ്തോത്രം, അദ്ദേഹത്തിന്റെ മകൻ പോൾ മാത്യു PhD കാരനാണ്. അദ്ദേഹത്തിന്റെ മകൾ ഗ്രേസ്, സ്തോത്രം, ഐ തിങ്ക് ഷീ ഈസ് PhD. അവളുടെ ഗ്രേസിന്റെ ഭർത്താവ് ഫിന്നി വന്ന് PhD കാരനാണ്. സ്തോത്രം, അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ഗ്രേസ് അതേ കാനഡയിലാണ്. സഭയുണ്ട്, ഇന്റർനാഷണലി അമേസിംഗ് നെറ്റ്വർക്കാണ്. ഡോക്ടർ സ്തോത്രം, അതേ ജോയ് പൊന്നൂസിനായി ദൈവത്തിന് സ്തോത്രം. ഉയർന്ന അനുഭവങ്ങളിൽ ദൈവം ആ 3 കുട്ടികളെ മാനിക്കുകയുണ്ടായി. ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി. അപ്പൻ ടൊമാറ്റോ തിന്ന് കിഡ്നി രോഗമുണ്ടാക്കി കിടന്ന രാജസ്ഥാൻ വില്ലേജിൽ പിടച്ചവനാണ്. വിശ്വസ്തരായ എൽഡേഴ്സിനെ ഇരട്ടി മാനത്തിന് മാനിക്കുക, ഇരട്ടി നന്മയ്ക്കായി മാനിക്കുക.
ഹല്ലേലൂയ. 3 തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പ്രോബബ്ലി ഓൾമോസ്റ്റ് 1500ഓളം ചർച്ചസ് ഫിലദൽഫിയ ചർച്ചിനുണ്ട്. സ്തോത്രം. 2 വർഷം മുമ്പ് ക്രൈസ്റ്റ് ഫാസ്റ്റിംഗ് പ്രയർ ഡോക്ടർ പോൾ മാത്യു കടന്നു വന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും. ഡോക്ടർ പോൾ പറഞ്ഞത് ഇതാണ്. സ്തോത്രം. അതെ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദിവസം ഇംഗ്ലീഷ് സർവീസിന് കണ്ണു തുറക്കുമ്പോൾ അതെ ചില ആഫ്രിക്കക്കാർ ഇരിക്കുകയാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ കടന്നു വന്ന് ഞങ്ങളോട് സംസാരിച്ചു. അതിലൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് കെനിയയിൽ നിന്നാണ്. അതെ, മാരെന്നറിയോ, പ്രൈവറ്റ് ജെറ്റിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം കെനിയൻ വൈസ് പ്രസിഡന്റ് ആണ്. കെനിയൻ വൈസ് പ്രസിഡന്റ്. ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു തുറന്നത്. കെനിയൻ വൈസ് പ്രസിഡന്റ് ഉദയ്പൂരുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വന്നിരുന്ന് ആരാധിക്കുകയാണ്. അദ്ദേഹം ഇപ്രകാരം കെനിയൻ വൈസ് പ്രസിഡന്റ് ചോദിച്ചു, ഇന്ത്യയിൽ ഇത്രയും ക്രിസ്ത്യാനികളുണ്ടെന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ പോലും കഴിഞ്ഞില്ല. നവപൂർ കൺവെൻഷൻ ഉൾപ്പെടെയുള്ളതായ ചില ക്ലിപ്പിംഗ്സും ചില ഫോട്ടോസും കാണിച്ചപ്പോൾ ആഫ്രിക്കക്കാർ ഭയങ്കരമായി അതിശയിച്ചു. കെനിയൻ വൈസ് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട അതിഥിയായി ഡോക്ടർ പോൾ മാത്യു കുടുംബമായി കെനിയയിൽ കടന്നുപോയി. ഇന്ന് പകൽ ആരോടാണ് ഞാൻ പറയുന്നത്? ലോക രാജ്യത്തിന്റെ സ്റ്റേറ്റ് ഗസ്റ്റായി സുവിശേഷ വേലക്കാർ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല കാര്യം. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? വിശ്വസ്തരായി നിന്നാട്ടെ, വിശ്വസ്തത തെളിയിച്ചോട്ടെ. മനുഷ്യന്റെ മുൻപിലല്ല, ലീഡർഷിപ്പിന്റെ മുൻപിലല്ല. ഒരു എക്സ്റേക്കും ഒരു സ്കാനിങ്ങിനും കാണാൻ കഴിയാത്തത് ഉള്ളതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഏത് രഹസ്യത്തെയും ഉള്ളതുപോലെ കാണുന്ന അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തത തെളിയിക്കുമ്പോൾ നിന്നിലേക്ക് ഒഴുകുന്ന നദി പോലെ അതേ ഒഴുകിയിറങ്ങുന്ന ഒന്നുണ്ട്. അതിന്റെ പേരാണ് ഇരട്ടി അനുഗ്രഹം, ഇരട്ടി നന്മ, ഇരട്ടി അഭിഷേകം. ഏറ്റവും വലിയ തീയിലൂടെ, വെള്ളത്തിലൂടെ, ട്രബിളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇരട്ടി അനുഗ്രഹം. ഏറ്റവും കൂടുതൽ അതേ സ്തോത്രം, അതേ തകർക്കപ്പെട്ട നിന്ദിക്കപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് സ്തോത്രം ഇരട്ടി നന്മ. തകർന്ന് തരിപ്പണമായി ഒരിക്കലും തിരിച്ചു വരവില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നെങ്കിൽ നിന്നെ നോക്കി ഇന്ന് പകൽ ദൈവം പറയുന്നതാണ്, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരവുണ്ട്. ഒരു ഇരട്ടി നന്മയ്ക്കായി ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. വില കൊടുത്ത് സ്നാനപ്പെട്ടെങ്കിൽ, വില കൊടുത്ത് ദൈവവേല ചെയ്തെങ്കിൽ, വില കൊടുത്ത് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നെങ്കിൽ ദൈവം പറയുന്നു, കോമൺ അല്ല, നീ ഒരു അൺകോമൺ എന്ന് ഞാൻ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തും. എലീശായുടെ ദൈവമാണ് ഞാൻ. അഭിഷേകത്തിന്റെ പുതപ്പിനാൽ നീ ചുറ്റി ഈ തലമുറയിൽ ദൈവത്തിന്റെ കൃപയാൽ നീ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇരട്ടി നന്മയ്ക്കായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നീ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, നീ ആരുടെ മുൻപിലും നിന്റെ തല കുനിയത്തില്ല. ഹല്ലേലൂയ. ലോക്കലി, നാഷണലി, ഇന്റർനാഷണലി നിന്നെയും നിന്റെ തലമുറയും ദൈവമായ കർത്താവ് മാനിക്കുവാൻ വേണ്ടി പോകുന്നു. രാജ്യങ്ങൾ നിന്നെ തേടി വരുവാൻ പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയും, രാജ്യങ്ങൾ നിന്നെ തേടി വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. കാരണം ഇത് ഇരട്ടി നന്മയുടെ കാലമാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Some came through the water, some came through the flood, some came through the fire, all through the blood, some through the sorrow, but God gives a song in the night season all the day long. Some through the water, some through the flood, some through the fire, all through the blood, some through the sorrow, some God gives a song in the night season all the day long. നോക്ക്, തീയിലൂടെ, വെള്ളത്തിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ, കൊടുങ്കാറ്റിലൂടെ ഒരു ഭക്തന്റെ ജീവിതം യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് എക്സാമ്പിളായി വേദപുസ്തകം പറയുന്നതാണ് യോബ്. യോബിന്റെ പുസ്തകത്തെ 3ആയി നിങ്ങൾക്ക് വേർതിരിപ്പാൻ തക്കൊണ്ട് കഴിയും. സ്പിരിറ്റ് റിലം, നാച്ചുറൽ റിലം ആൻഡ് ഹെവൻലി റിലം. 1 സ്തോത്രം ആത്മമണ്ഡലം. 1-2 അധ്യായത്തിൽ ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു കോൺഫ്രണ്ടേഷൻ ആദ്യത്തെ 2 അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
സ്തോത്രം. ആത്മമണ്ഡലം ഈ കാണുന്ന ഈ മണ്ഡലത്തെക്കാൾ, കാണുന്ന ഈ ലോകത്തെക്കാൾ വളരെ വ്യക്തമായി കാണപ്പെടുന്നതാണ് ആത്മമണ്ഡലം. അവിടെ കോർട്ട് റൂം ഓഫ് ഹെവനിൽ, സ്വർഗത്തിന്റെ കോടതിയിൽ ആ സിംഹാസനത്തിൽ യഹോവ തിഷ്കനു, നീതിയുടെ ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വളരെ ശ്രദ്ധിക്ക്. ആ കോടതി റൂമിൽ സ്തോത്രം സാത്താന് ഒരു ആക്സസ് ഉണ്ട്. സാത്താൻ ഒരു ആക്സസ് ഉണ്ടായിരുന്നു. സാത്താൻ ആ സ്ഥാനത്ത് കടന്നു ചെന്നു. നിനക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. സാത്താനോട് സ്തോത്രം കർത്താവ് ചോദിച്ചു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്ന? സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. ഉടനെ ദൈവം എടുത്തു ചോദിച്ചു, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? മനുഷ്യനല്ല, കമ്മിറ്റിയല്ല, ഡീക്കനല്ല, അസോസിയേഷൻ അല്ല, ദൈവത്തിന് അവനെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ദൈവത്തിന് നിന്നെ കുറിച്ച് പറയാൻ ഒരു സ്പെഷ്യൽ സാക്ഷ്യമുണ്ടായിരിക്കണം. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, അവൻ ദൈവഭക്തനാണ് എന്ന് ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഉടനെ സാത്താൻ ഇപ്രകാരം പറയുകയാണ്, സ്തോത്രം, എന്തുകൊണ്ട് അവൻ അങ്ങേ സ്നേഹിക്കുന്നെന്നറിയോ? എന്തുകൊണ്ട് അവൻ ദൈവത്തെ സേവിക്കുന്നെന്നറിയോ? അവൻ ഇതെല്ലാം നീ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം നീ കൊടുത്തത് കൊണ്ടാണ് സ്തോത്രം അവൻ നിന്നെ സേവിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എല്ലാം നിന്റെ ലൈഫിൽ ഉള്ളത് കൊണ്ട്, എല്ലാം അവന്റെ ലൈഫിൽ സുഖമായും സ്വസ്ഥമായും അനുഗ്രഹമായും നന്മയായും അനുകൂലമായും ഉള്ളത് കൊണ്ട് അവൻ ദൈവത്തെ സേവിക്കുന്നു. സാത്താന്റെ കള്ളം അതാണ്. എല്ലാം അനുകൂലമായിരിക്കും, എല്ലാം അനുഗ്രഹമായിരിക്കും, എല്ലാം നന്മയായിരിക്കും, ഒരു കുറവും വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ അങ്ങ് സേവിച്ചോളാം. ഇത് പകൽ കേൾക്കണമേ. സ്തോത്രം. സാത്താൻ ദൈവത്തിന്റെ മുൻപിൽ വെല്ലുവിളിച്ചു പറയുന്നു, ഇതെല്ലാം നീ കൊടുത്തിരിക്കുകയാണ്. അവന് ആത്മമണ്ഡലം നന്നായിരിക്കുന്നു, അവന്റെ ആത്മീയ ജീവിതം നന്നായിരിക്കുന്നു, അവന്റെ മനസ്സിന് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളോ വ്യാകുലങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. അവന്റെ ശരീരത്തിന് രോഗമില്ല, ആരോഗ്യമുള്ള മക്കളുണ്ട്, നല്ല സ്ട്രോങ് ഫാമിലി ഉണ്ട്, അതേ രാജ്യം മുഴുവൻ, ദേശം മുഴുവൻ ഭയങ്കരമായ സമ്പത്തുണ്ട്, എല്ലാം അനുകൂലമായി നീ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ അങ്ങേ സേവിക്കുന്നു. എന്നാൽ ദൈവം ആ വെല്ലുവിളി ഏറ്റെടുത്തു. വളരെ ശ്രദ്ധിക്കുക, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവം ആ വെല്ലുവിളി ഏറ്റെടുത്തു. എടാ ചെകുത്താനെ, ഞാനിത് കൊടുത്തത് കൊണ്ട് അവൻ കൈയടിക്കുന്നെന്നാ നീ പറയുന്നേ? ഞാനിത് കൊടുത്തത് കൊണ്ട് അവൻ കൈ ഉയർത്തി നീ ആരാധിക്കുന്നെന്നാ നീ പറയുന്നത്? ചിലരിന്നും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആരാധിക്കുമ്പോൾ വിടുതൽ. എന്തിനാ ആൻറ്റി കൈയടിക്കുന്നത്? അത് വിടുതലിന് വേണ്ടിയാണ് മക്കളെ കൈയടിക്കുന്നത്. ആരാധിക്കുമ്പോൾ സൗഖ്യം. ഇവിടെ പാടല്ലോ മക്കളെ, സ്തോത്രം. അതെ, എന്തിനാണ് കൈയടിക്കുന്നത്? അത് സൗഖ്യത്തിന് വേണ്ടിയാണ് ആരാധിക്കുന്നത്. വല്ലതും കിട്ടും, പോരട്ടെ പോരട്ടെ പോരട്ടെ. നോ, സ്തോത്രം. അത് കിട്ടാതാക്കുമ്പോൾ നീ എത്ര ആരാധിക്കണം? ഒന്നും ഇല്ലാതെ, ഓ ഞാൻ പോവാ എൻ്റെ പെട്ടി എന്തേ? സ്തോത്രം, ഞാൻ പോവാ. ഒന്നും കിട്ടാതാക്കുമ്പോൾ നീ എത്രത്തോളം ദൈവത്തെ സേവിക്കും? ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തിന്റെ പിന്നാലെ പോകും? ഒന്നുമില്ലാതിരിക്കുമ്പോൾ എത്രത്തോളം നീ ദൈവത്തെ സ്തുതിക്കും? എല്ലാം പ്രതികൂലമാകുമ്പോൾ, എല്ലാം പ്രശ്നമാകുമ്പോൾ, ഹബക്കൂക്ക് പറയുന്നതനുസരിച്ച് അത്രുവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവെളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലിയിൽ കന്നുകാലികൾ നശിച്ചു പോകും, ആട്ടിൻ കൂട്ടം അതേ തൊഴുത്തിൽ ഇല്ലാതെയാകും. അങ്ങനെ ആത്മീയ ഭൗതിക തലത്തിൽ പലതും തകർന്നു കിടക്കുമ്പോൾ എത്രത്തോളം നീ ദൈവത്തെ ആരാധിക്കും? കർത്താവ് വെല്ലുവിളി ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഓക്കെ, അവൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ളതായ 3 വേലി ഉണ്ടായിരുന്നു, 2 വേലി ദൈവം പൊളിച്ചു കൊടുത്തു. ഓക്കെ, നീ അവൻ്റെ സ്തോത്രം അതെ പൊസഷനെ, അവൻ്റെ സമ്പത്തിനെ നീ തകർത്തോ പിശാചേ, നീ അവൻ്റെ വീടിനെയും തകർത്തോ, നീ അവൻ്റെ സ്തോത്രം അതെ ഫാമിലിയും തകർത്തോ. ഏത് പുസ്തകം പറയുന്നു? ആ 2 വേലി തകർന്നു. സാത്താൻ സകലതും തകർത്തു. സാത്താൻ സകലതും തകർത്തിട്ടും അവൻ്റെ നന്മ പോയിട്ടും അവൻ്റെ ഭക്തി പോയില്ല. അവൻ്റെ നന്മ പോയിട്ടും ദൈവത്തിലുള്ള ആശ്രയം പോയില്ല. നന്മ പോയിട്ടും അവൻ്റെ ആശ്രയം പോയില്ല. കണ്ടോ കയ്യടിയുടെ വേഗത കുറഞ്ഞത്? കണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ വ്യാജ ഉപദേശങ്ങൾ, വ്യാജ കള്ളങ്ങൾ, ഹല്ലേലൂയ, ബൈബിൾ ഇല്ലാത്തത് ആരെങ്കിലും നിനക്ക് പറഞ്ഞെങ്കിൽ അത് ബിസിനസ് ആണ്. ആ ബിസിനസ് ഗോസ്പൽ ഇന്ന് പകൽക്കാലം പുറത്തു പോയിട്ട് തേജസ്സിന്റെ സുവിശേഷം ഏറ്റെടുക്കുക. തേജസ്സിന്റെ സുവിശേഷം ഉള്ളവൻ പറയും, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെയും ഞാൻ കർത്താവിന് വേണ്ടി തന്നെയായിരിക്കും. എൻ്റെ ശ്വാസമുണ്ടെങ്കിൽ എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ കർത്താവിന് വേണ്ടിയായിരിക്കും. നിന്റെ വിദ്യാഭ്യാസം ദൈവം തന്നോ, അത് ദൈവത്തിൻ്റെ ദാനം. ജോലി കിട്ടിയോ, പണമുണ്ടായോ, ആരോഗ്യമുള്ള മക്കളെ തന്നോ, നല്ല കുടുംബം തന്നോ, ദാനങ്ങളെ ലഭിച്ചോ, ഒന്നും നിന്റെ കഴിവല്ല. കാരണം നിന്നെക്കാൾ അധ്വാനിച്ചവരുണ്ടായിരുന്നു, നിന്നെക്കാൾ പഠിച്ചവരുണ്ടായിരുന്നു, നിന്നെക്കാളും ഘനശാലികളായി ഒത്തിരി പേരുണ്ടായിരുന്നു.
അവർക്കൊന്നും നീ അനുഭവിക്കുന്നതിന്റെ 1/7 പോലും കിട്ടാതിരിക്കുമ്പോൾ ആകാശത്തിന്റെ കിളിവാതുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു എങ്കിൽ ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന ദൈവത്തെ സ്തുതിച്ചേ. ആ ദൈവത്തോട് പറഞ്ഞാട്ടെ, ദൈവത്തോട് പറ, എനിക്ക് ദാനത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, ദാനത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, ദാതാവായ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ മക്കളെയല്ല സ്നേഹിക്കുന്നത്, ആരോഗ്യമുള്ള അംഗവൈകല്യമില്ലാത്ത മക്കളെ തന്ന അതേ യഹോവ ഇരേ സർവശക്തനായ ഒരു കർത്താവുണ്ട്, ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അഭിഷേകത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, അഭിഷേകത്തിന് ഉടമസ്ഥനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. കൃപാവരങ്ങളെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, കൃപാവരങ്ങളെ സഭയ്ക്ക് യഥാ ഇഷ്ടം നൽകുന്നതായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. പ്ലാറ്റ്ഫോമിനെയല്ല ഞാൻ സ്നേഹിക്കുന്നത്, അവസരങ്ങളെ സ്നേഹിക്കുന്ന അവസരവാദിയല്ല ഞാൻ അവസരത്തെയല്ല സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. സഭയെയും ഓഡിയൻസിനെയും അല്ല ഞാൻ സ്നേഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവനും സഭയെ ചേർപ്പാൻ വേഗം വരികയും ചെയ്യുന്ന കർത്താവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും അതിനെ സ്നേഹിക്കല്. ശബ്ദത്തെയല്ല സ്നേഹിക്കേണ്ടത്, ടാലന്റിനെയല്ല സ്നേഹിക്കേണ്ടത്, നിയോഗങ്ങളെയല്ല സ്നേഹിക്കേണ്ടത്, കർത്താവിനെ സ്നേഹിച്ചാട്. കോട്ടുവായിടല്ലേ, 2 കരങ്ങളെ ഉയർത്തി കണ്ണുകൾ അടച്ച് 2 മിനിറ്റ് എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. തലയ്ക്ക് മുകളിൽ ഓൺലൈനിലുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറഞ്ഞാട്ടെ, മറ്റേതിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, മറ്റാരെക്കാളും ഏതിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നിലവിളിച്ചു പറ. ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ പകൽ സെഷന് നിലവിളിക്കാൻ അറിയാവുന്നവർ നിലവിളിച്ചു പറ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പറ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. കരയാൻ നിനക്കറിയാം, കരയാൻ ട്യൂഷൻ എടുക്കണ്ട, നിലവിളിക്കാൻ നിനക്കറിയാം. നിലവിളിയിലൂടെ നീ കടന്നു വന്നതാണ്. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിന്റെ അതേ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ, കഠിന ഹൃദയങ്ങൾ ഉടയട്ടെ. നിലവിളിച്ചു പറ, ആഹാരത്തെക്കാൾ, വസ്ത്രത്തെക്കാൾ, പാർപ്പിടത്തെക്കാൾ, വാഹനത്തെക്കാൾ, വിദ്യാഭ്യാസത്തെക്കാൾ, വരുമാനത്തെക്കാൾ നീ എനിക്ക് നൽകിയ ഏത് അനുഗ്രഹങ്ങളെക്കാൾ കരങ്ങൾ ഉയർത്തി നിറകണ്ണോടെ പറ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഏപ്രിൽ മാസം 24 തീയതി യോബുമാർ പറഞ്ഞാട്ടെ, മറ്റെന്തിനേക്കാളും ഏതിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, മറ്റെന്തിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, മറ്റാരെക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിനേക്കാൾ, എൻ്റെ സപ്പോർട്ടേഴ്സിനേക്കാൾ, എൻ്റെ പാർട്ട്നേഴ്സിനേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ. കണ്ണുനീരില്ലാത്ത സഭായോഗം വേണ്ട, ആരാധന ഉയരട്ടെ. കണ്ണുനീരില്ലാത്ത ഉപവാസ പ്രാർത്ഥന വേണ്ട, ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. ഒന്നും നേടിയതല്ല, ഒന്നും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, എല്ലാം അങ്ങയുടെ ദാനമാണ്. മനുഷ്യൻ അളന്ന് നൽകി, എന്നാൽ അളവില്ലാതെ അവിടെ നിന്ന് നൽകി. ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. ഞാൻ നിന്നതല്ല, ഞാൻ പോലും തട്ടിപ്പോകുമെന്നാ വിചാരിച്ചത്, ഞാൻ പോലും ഉടഞ്ഞു പോകുമെന്നാ വിചാരിച്ചത്. പക്ഷേ അണഞ്ഞു പോകാത്ത ദീപം പോലെ നീ എന്നെ നിർത്തിയെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ മറ്റാരെക്കാളും എന്തിനേക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യെസ് 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 യെസ്. ആ പിന്നിലിരിക്കുന്നവർ നിലവിളിച്ച് പറഞ്ഞേ, യെസ് 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 യെസ്. ആ മുന്നിലായിരിക്കുന്ന കുട്ടികൾ നിലവിളിച്ച് പറഞ്ഞേ, ഹോളി സ്പിരിറ്റ് ടച്ച് ദീസ് ഹാർട്ട്സ്, ടച്ച് ദീസ് ഹാർട്ട്സ്, ടച്ച് ദീസ് ഹാർട്ട്സ്. ഹൃദയങ്ങളെ തൊടണമേ, ഹൃദയങ്ങളെ തൊടണമേ, ഹൃദയങ്ങളെ തൊടണമേ. നന്ദിയില്ലാത്തവരായിരിക്കാതെ ഹൃദയങ്ങളെ തൊടണമേ. ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ഈ രാജ്യത്തിൽ ഇങ്ങനെ ഒരു അവസരം ഇല്ല. അവർക്ക് ഉപവാസ പ്രാർത്ഥനയില്ല, ഗസ്റ്റ് പ്രീച്ചേഴ്സ് ഇല്ല. ഹല്ലേലൂയ. ഞങ്ങളെ ഒന്നും ബാധിക്കാതെ വണ്ണം ദൈവം നടത്തിയെങ്കിൽ, ഓ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു. കൽപ്പിച്ച ദൂതുകൾക്കായി ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു. ഓ നൽകിയ അന്തരീക്ഷങ്ങൾക്കായി ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു. പലതും പ്രതികൂലമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അനുകൂലമായി കൂടെയിരുന്നു. അസാധ്യങ്ങൾ സാധ്യമായി, അതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു. നീ അത് പറയുമ്പോ
നീ അത് പറയുമ്പോൾ ദൈവസിംഹാസനത്തിന് ഇടതുവശത്ത് നിൽക്കുന്ന സാത്താന്റെ തല കുനിയുകയാണ്. യെസ്, സാത്താന്റെ തല കുനിയുകയാണ്. ദൈവത്തെ ഞാൻ ഇനിയും സേവിക്കും. എനിക്ക് മുറിവുകളുണ്ട്, എനിക്ക് വേദനകളുണ്ട്, എനിക്ക് ശൂന്യതകളുണ്ട്, എനിക്ക് തകർച്ചകളുണ്ട്, എനിക്ക് പല തിന്മകളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയത്തില്ല. ഈ നഷ്ടത്തിന്റെ നടുവിലും എൻ്റെ യേശു നല്ലവനാണ്. ഈ കഷ്ടത്തിന്റെ നടുവിൽ എൻ്റെ കർത്താവ് എനിക്ക് വലിയവനാണ്. എൻ്റെ സ്വന്തം ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനെന്ന് പറയുമ്പോൾ സാത്താന്റെ തല കുനിയുന്നു, യേശുവിന്റെ തല ഉയരുന്നു. യെസ് 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 യെസ്, സാത്താന്റെ തല എന്നും കുനിഞ്ഞിരിക്കട്ടെ. സാത്താന്റെ തല എന്നും കുനിഞ്ഞിരിക്കട്ടെ. കമാൻ കമാൻ. ഓ ഹല്ലേലൂയ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കടന്നു വരുന്ന സാത്താനെ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കടന്നു വരുന്ന സാത്താനെ, നീ ഇന്നലെ ചെയ്തതല്ല, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, നാളെ എന്തൊക്കെ ചെയ്താലും യേശുവിന്റെ നാമത്തിൽ എൻ്റെ ആരാധനയെ തടയുവാൻ, എൻ്റെ സ്തുതിയെ തടയുവാൻ നിനക്ക് കഴിയത്തില്ല. എൻ്റെ ആരാധനയെ തടയുവാൻ, എൻ്റെ സ്തുതിയെ തടയുവാൻ കഴിയത്തില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ. Come on, come on. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. Yes, 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 yes. Yes, yes, yes. ഹല്ലേലൂയ, ഹല്ലേലൂയ. തണുപ്പിക്കുന്ന മണ്ഡലങ്ങൾ വിട്ടുപോകട്ടെ. ഇന്ന് പകൽ ഹൃദയങ്ങൾ ചൂടാകട്ടെ. ദൈവ സ്നേഹത്തിൽ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവ സ്നേഹത്തിൽ നിറയട്ടെ. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ഓ ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ചാട്. എൻ്റെ സ്തുതി നിൽക്കത്തില്ല, എൻ്റെ പ്രാർത്ഥന നിൽക്കത്തില്ല, എൻ്റെ കർത്തൃ സേവ നിൽക്കത്തില്ല, എൻ്റെ ശുശ്രൂഷയുടെ വേഗത കുറയത്തില്ല, എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ മൂർച്ച കുറയത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ സംഭവിച്ചാലും ഒരു ചാവേർ പടയാളിയെ പോലെ, ഒരു ചാവേർ പടയാളിയെ പോലെ, ഒരു രക്തസാക്ഷി സൈന്യം പോലെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. Come on. യേശുവിന്റെ നാമത്തിൽ ഉറക്കെ 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 ഉറക്കെ. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എന്തൊക്കെ സംഭവിച്ചാലും I cannot be shaken. I cannot be shaken. ആർക്കും എന്നെ ഉലയ്ക്കാൻ കഴിയത്തില്ല. ഒരു മദ്യത്തിന്, ഒരു പാപത്തിന്, ഒരു അഡിക്ഷന്, ഒരു ഗേൾ ഫ്രണ്ടിന്, ഒരു ബോയ് ഫ്രണ്ടിന്, ഓ ഹല്ലേലൂയ, എന്നെ ഉലയ്ക്കാൻ കഴിയത്തില്ല. ബിക്കോസ് അവനിൽ ഞാൻ വേരൂന്നിയ, ഐ ആം ഡീപ് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുകയാണ്. Yes, 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 yes. വേര് മണ്ണിനടിയിലാണ്, കാണാൻ കഴിയത്തില്ല. പ്ലാറ്റ്ഫോമിൽ വേര് കാണാൻ കഴിയത്തില്ല, പബ്ലിക് ലൈഫിൽ വേര് കാണാൻ കഴിയത്തില്ല. പക്ഷെ കാണേണ്ടവൻ കാണുന്നുണ്ട്, കാണേണ്ടവൻ കാണുന്നുണ്ട്. ഞാൻ എത്രത്തോളം അവരിൽ ഡീപ് റൂട്ടഡ് ആണെന്ന് കാണേണ്ടവൻ കാണുന്നുണ്ട്, അറിയുന്നവൻ നന്നായി അറിയുന്നുണ്ട്. ഒരു തിരമാലയ്ക്കും, ഒരു ഉരുൾപൊട്ടത്തിനും, ഒരു വെള്ളപ്പൊക്കത്തിനും എന്നെ ഒലിപ്പിപ്പാൻ കഴിയത്തില്ല. വിളിച്ചു പറ, ഒരു തിരമാലയ്ക്കും, ഒരു വെള്ളപ്പൊക്കത്തിനും, ഒരു ഉരുൾപൊട്ടലിനും എന്നെ ഒലിപ്പിച്ചു കൊള്ളാൻ കഴിയത്തില്ല. കാരണം മനുഷ്യനല്ല, ദൈവം എന്നെ നട്ടതാണ്. ദൈവം എന്നെ നട്ടെടുത്തു നിന്ന് സാത്താൻ എന്നെ പറിപ്പാൻ കഴിയത്തില്ല. ദൈവം എന്നെ നട്ടെടുത്തു നിന്ന്, ഓ ആരോടാ ഞാൻ പറഞ്ഞേ, ദൈവം എന്നെ നട്ടെടുത്തു നിന്ന് സാത്താന് നിന്നെ പറിപ്പാൻ കഴിയത്തില്ല. ഓഫീസിൽ നിന്ന് നിന്നെ പറിപ്പാൻ കഴിയത്തില്ല. ആ ഹോസ്പിറ്റലായിരിക്കുന്ന ഡോക്ടേഴ്സ് നിന്നെ പറിപ്പാൻ കഴിയത്തില്ല. പാസ്റ്റർ ആ ഫീൽഡിൽ നിന്ന്, ആ ചർച്ചിൽ നിന്ന് നിന്നെ പറിപ്പാൻ കഴിയത്തില്ല. കാരണം ദൈവമാണ് നിന്നെ അവിടെ പ്ലാൻ ചെയ്തത്. Jesus. Yes, yes, yes. കർത്താവ് നോക്കുക. ഇതുപോലെ കർത്താവ് വേരുകളെ നോക്കുക.
ഇന്നപോലെ കർത്താവ് വേരിനെ നോക്കുക. നീ എത്രത്തോളം അവനിൽ സ്ട്രോങ് എന്ന് അവൻ വേരുകൾ നോക്കുക. ഇന്നപോലെ എന്റെ നോട്ടിലില്ലാത്ത ഞാൻ പറയാം, നിന്റെ വേരുകൾ അവൻ ഉറപ്പിക്കുക. ഇതുപോലെ ഈ അവസാന ദിവസം ആരൊക്കെ ഏതൊക്കെ കുടുംബങ്ങളെ വ്യക്തികളെ വേരുകളെ ദൈവം ഉറപ്പിക്കുക. നീ പറയേണ്ടവനല്ല, നീ തകരേണ്ടവനല്ല, അവനിൽ വേരൂന്നി ആഴത്തിൽ വേരൂന്നി ഉയരത്തിൽ വളരേണ്ടവരാണ്. വേരുകളെ അവൻ ഉറപ്പിക്കുക. Hallelujah, 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 hallelujah. ഉറക്കട്ടെ. കീബോർഡിന്റെ താളത്തിലല്ല ഉറപ്പ്, സ്പെഷ്യൽ പ്രീച്ചിന്റെ നടുവിലല്ല ഉറപ്പ്. ജീവിതത്തിൽ ഏറ്റവും വലിയ സുനാമി കയറി വരുമ്പോ അവിടെയാണ് നിന്റെ ഉറപ്പ് നീ കാണിക്കേണ്ടത്. ജീവിതത്തിൽ നിന്റെ വേലി പൊളിയുമ്പോ, ഒന്നിന് പിറകെ ഒന്നായി തകർച്ചകൾ വന്നപ്പോ, അപ്പോഴാണ് നീ എത്രത്തോളം ഉറച്ചിരിക്കുന്നത് കാണിക്കേണ്ടത്. യെസ് 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. പറ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. ആഭരണം മാറ്റുന്നതോ കളർ വസ്ത്രം എറിയുന്നതോ പാരമ്പര്യം വിട്ടതോ അതെല്ലാം നല്ലത്. ഞാൻ പണിമാൻ വേണ്ടി നിൽക്കുന്നു, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ ഒരു വെല്ലുവിളി സ്വർഗം നിന്നെ കുറിച്ച് ഉയർത്തുന്നു. യെസ്, നിന്നെ കുറിച്ച് കർത്താവ് ഒരു വെല്ലുവിളി ഉയർത്തുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ് ഞാൻ പറയട്ടെ, ശത്രുവിന്റെ മുൻപിൽ വെല്ലുവിളിയായി ദൈവം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സൺഡേ വിശ്വാസിയല്ല, സ്തോത്രം. അതേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രം മുങ്ങി വരുന്നതായ വല്ലാത്തൊരു ഉപരിപ്ലവമായ മാനിഫെസ്റ്റേഷൻ അല്ല. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും, എല്ലാ തീയിലും വെള്ളത്തിലും, നരകം മുഴുവൻ നിനക്കെതിരെ കൺവെൻഷൻ നടത്തിയാലും, പാതാളം മുഴുവൻ നിനക്കെതിരെ, അതേ പാതാളം മുഴുവൻ നിനക്കെതിരെ പാളയമിറങ്ങിയാലും അവറ്റകൾക്ക് ഉലക്കാൻ കഴിയാത്ത രീതിയിൽ പിശാചിന്റെ മുൻപിൽ വെല്ലുവിളിയായി ദൈവം നിന്നെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ഇത് പത്രോസിന്റെ ദൂതല്ല, ഇത് യോബിന്റെ ദൂതാണ്. പത്രോസിനെ സ്തോത്രം അതേ പാറ്റാൻ വേണ്ടി ചോദിച്ചു, തമ്പുരാൻ കൊടുത്തില്ല. ഹല്ലേലൂയ. പത്രോസിനെ പാറ്റാൻ വേണ്ടി ചോദിച്ചു, തമ്പുരാൻ കൊടുത്തില്ല. ലൂക്കോസ് 22. ഹല്ലേലൂയ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മുടെ കപ്പാസിറ്റി അവനറിയാം. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, മൂത്തോക്കി പറ. നമ്മുടെ കപ്പാസിറ്റി അവനറിയാം. സ്തോത്രം, നമ്മുടെ കപ്പാസിറ്റി അറിയാം. പതിരുകളെ പാറ്റിയാൽ പത്രോസ് പതിരാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പത്രോസ് 21-ാം അധ്യായം പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന് മുമ്പ്, ഏത് 21? യോഹന്നാൻ 21 വരുമ്പോൾ പത്രോസ് ഇതാ യേശുവിന്റെ പിന്നാലെ വരികയാണ്. അപ്പൊ യോഹന്നാൻ തിരിഞ്ഞു നോക്കി ഇപ്രകാരം പറഞ്ഞു. തിരിഞ്ഞു വരുന്നവനൊക്കെ തിരിഞ്ഞു നോക്കി അവൻ ചോദിക്കുന്നത്, കർത്താവേ, അവൻ എന്തോ ഭവിക്കും. എടാ മന്ദബുദ്ധി, നിന്റെ കാര്യം നോക്കടാ. നിന്റെ കാര്യം നോക്കിയിട്ട് സ്തോത്രം മറ്റുള്ളവന്റെ കാര്യം നോക്ക്. അവന്റെ പേരാണ് പാതിര്. വല്ലവന്റെ കാര്യം നോക്കി നടക്കുന്നവനെ സ്തോത്രം തമ്പുരാൻ പാറ്റാൻ കൊടുക്കത്തില്ല, അവന്റെ അഡ്രസ് കാണത്തില്ല. പക്ഷെ ലൂക്കോസ് 22 കർത്താവ് യേശു ഇപ്രകാരം പറഞ്ഞു, നിന്നെ പാറ്റേണ്ടതിന് വേണ്ടി സാത്താൻ അവകാശം ചോദിച്ചു. അപ്പോഴേ കർത്താവ് എൻ്റെ തിരുവനന്തപുരം മുത്തിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ യാക്കോബിനെ പാറ്റാൻ ചോദിച്ചില്ല, ഫിലിപ്പോസിനെ പാറ്റാൻ ചോദിച്ചില്ല, അന്ത്രയോസിനെ പാറ്റാൻ ചോദിച്ചില്ല, ഈ പത്രോസിനെ മാത്രം പാറ്റാൻ വേണ്ടി സാത്താൻ ചോദിച്ച കാര്യം എന്നതാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഞാൻ അവൻ്റെ കയ്യിലാണ് കൊടുത്തത്. സ്വർഗരാജ്യത്തിന്റെ താക്കോല് അവൻ്റെ കയ്യിലാണ് കൊടുത്തത്. പല താക്കോലും നിയോഗങ്ങളും ഒക്കെ വാങ്ങിയിരിക്കുന്ന നല്ലൊരു പകലാണിത്. ഇന്ന് പകൽ ഒരു വാണിംഗ് ഞാൻ പറയാം. ഞാൻ പേടിപ്പിക്കുകയല്ല, ഉള്ള കാര്യം പറയുക. ഇല്ലാത്തവനെയല്ല പിശാച് പാറ്റാൻ ചോദിക്കുന്നത്. ഏതവനെങ്കിലും എവിടെയെങ്കിലും പാറ്റാൻ ചോദിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, വേറെ ഉള്ള സാധാ പ്രീച്ചേഴ്സിനില്ലാത്ത, പാസ്റ്റേഴ്സിനില്ലാത്ത എന്തോ ഒന്ന് അവൻ ചുമക്കുന്നുണ്ട്. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, മറ്റു കുട്ടികൾക്കില്ലാത്ത പോരാട്ടം നിന്റെ കുഞ്ഞിന് മാത്രമുണ്ടെങ്കിൽ നിന്റെ കുട്ടികൾക്ക് തന്നെ മൂത്തതിനില്ലാത്തത് ഇളയതിന് മാത്രം ഒരു സ്പെഷ്യൽ പോരാട്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവൻ ഏതാണ്ട് വലുത് ചുമക്കുന്നുണ്ട്. അവന് ഏതാണ്ട് അവന്റെ തോളത്ത് കിടപ്പുണ്ട്. ഏതോ ഒരു പുതിയത് അവന്റെ മേൽ തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം അവന്റെ മേൽ പോരുള്ളത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ആ സാത്താൻ തോറ്റവനാണ്. ഒരു സാത്താൻ പള്ളിക്കാരനും ഒരു ഇലുമിനാറ്റിക്കും ഒരു ഫ്രീമേസനും ദൈവത്തിന്റെ പദ്ധതിയെ തടയുവാൻ കഴിയത്തില്ല. കാരണം യഹൂദ ഗോത്രത്തിലെ സിംഹം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കരങ്ങളെ അടിച്ച് ശക്തിയായ അന്യഭാഷ പറ. പത്രോസിനെ പാറ്റാൻ കൊടുത്തില്ല. കാരണം അവന് ഉറപ്പില്ലാത്തവൻ, അവനും പാതിരായത് കൊണ്ട് പോയി. പക്ഷെ എന്റെ ബൈബിൾ ഈ പ്രകാരമാണ് പറയുന്നത്. സ്തോത്രം, ദൈവത്തിന് യോബിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ദൈവത്തിന് യോബിൽ ഭയങ്കര ധൈര്യമായിരുന്നു. ദൂതതാണ്, ശ്രദ്ധിക്കുക, എല്ലാ കണ്ണും ചെവിയും ഹൃദയവും തുറന്നു കേൾക്കുക. Can God trust you? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? നോക്കിയേ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? അയ്യോ അങ്കളെ, അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ദൈവത്തിൽ സാധാ വിശ്വാസികൾ ട്രസ്റ്റ് ചെയ്യട്ടെ, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അസാമാന്യമായി എന്തെങ്കിലും ദൈവം എന്റെ വിശ്വസ്തനെ നെണ്ണി ഭരമേൽപ്പിച്ച കർത്താവ്. സ്തോത്രം. അർത്ഥം എന്റെ കർത്താവിന് പൗലോസിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയായിരുന്നു. കാരണം അത് ചോർച്ചയുള്ള കൈയല്ല. അത് പെണ്ണുങ്ങളെ കാണുമ്പോൾ, പണത്തെ കാണുമ്പോൾ, രാഷ്ട്രീയത്തെ കാണുമ്പോൾ വിറയ്ക്കുന്ന പാർക്കിൻസൺസിന്റെ കൈയല്ല. ആ കൈ ഉറപ്പുള്ള കൈയാണ്. അവന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ അത് ചോർന്നു പോകത്തില്ല. അതവിടെ ഇരിക്കുമെന്ന് അറിഞ്ഞ് ദൈവം അത് കൊടുത്തെങ്കിൽ, കമാൻ, ഇന്ന് പകൽക്കാലം നിന്റെ തളർന്ന കൈകൾ ഒന്ന് ബലപ്പെടട്ടെ. കുഴഞ്ഞ മുഴങ്കാലുകൾ ഒന്ന് ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. Can God trust you? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? Come on. ഇമ്പാർട്ടേഷനാ. തമ്പുരാൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. കർത്താവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഐ സെൻസ് ഹിസ് പ്രസൻസ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം. കർത്താവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവന്റെ ദൂതന്മാർ ഇന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നോടൊപ്പം ഇവിടെയുണ്ട്. യെസ്, നിന്റെ ഹൃദയ കണ്ണ് തുറന്നു നോക്ക്. കർത്താവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവന്റെ വരം ഇവിടെയുണ്ട്. അവന്റെ ഫലം ഇവിടെയുണ്ട്. ഈ കാലഘട്ടത്തിന്റെ നിയോഗം ഇവിടെയുണ്ട്. നിന്റെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ പുറത്ത് ശോഭയോട് ശോഭിക്കുന്ന സൂര്യനേക്കാൾ തേജസ്സിന്റെ കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് നിനക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. പക്ഷേ ഞാൻ പ്രവചനം തരാം, ഞാൻ വീര്യപ്രവൃത്തി തരാം, ഞാൻ രോഗശാന്തി തരാം. സഭ ഇതുവരെ ഇന്ത്യൻ ചർച്ച്, ഏഷ്യൻ ചർച്ച് കണ്ടിട്ടില്ലാത്ത നിയോഗം ഞാൻ തരാം. പക്ഷേ ചോദ്യം ഇതാണ്, Can God trust you? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? മക്കളെ, ഒത്തിരി പേർക്ക് ഒത്തിരി ദൈവം കൊടുത്തു. ഒത്തിരി ദൈവം കൊടുത്തു. വരങ്ങളെ കൊടുത്തു ആൻറ്റി, നിയോഗങ്ങളെ കൊടുത്തു ആൻറ്റി, അവസരങ്ങൾ കൊടുത്തങ്ങളെ, വിദ്യാഭ്യാസം കൊടുത്ത സഹോദര, സ്തോത്രം, രാജ്യങ്ങളിലേക്കുള്ള ഓപ്പണിംഗ് കൊടുത്ത സഹോദര, നെറ്റ്വർക്ക് കൊടുത്തു. പലർക്ക് ദൈവം കൊടുത്തു. പലരും മിസ്യൂസ് ചെയ്തപ്പോൾ പലരും കളഞ്ഞു കുളിച്ചപ്പോൾ, ഓ കമാൻ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ചിലതിനെ തൊട്ടെനിക്ക് പറവാൻ തോന്നുന്നു.
ഇന്ന് പകൽ കർത്താവ് പറയുന്നു, പലരെ കളഞ്ഞു കുളിച്ചപ്പോൾ, പലരും നിയോഗങ്ങളിൽ നിന്ന് പോയപ്പോൾ, പലരും ഫീൽഡിൽ നിന്ന് പോയപ്പോൾ, പലരും ദൈവനാമം ദൂഷിക്കപ്പെടുവേണ്ട പരിപാടികൾ ചെയ്തപ്പോൾ, ഇന്ന് പകൽ ദൈവം നിന്നോട് ചോദിക്കുന്നു, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? ഇതെന്റെ കാലമാണ് കുഞ്ഞെ, ഇതെന്റെ സീസണാണ്. ഞാൻ ഈ രാജ്യത്തിൽ എഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ്. ഇത് കൊയ്ത്തിന്റെ സീസണാണ്. ജനലക്ഷങ്ങളെ ഗ്രൗണ്ടിൽ ഞാൻ കൂട്ടിത്തരാം. ജനകോടികളെ ഞാൻ രക്ഷയിലേക്ക് നടത്താം. ചർച്ചസിനെ ഞാൻ വളർത്താം. മിഷൻ സ്റ്റേഷൻസും മിഷൻ സെന്റേഴ്സും ഞാൻ തുറക്കാം. പക്ഷേ അതിനുള്ള താക്കോല് നിന്റെ കയ്യിൽ ഞാൻ തന്നാൽ, അതിനുള്ള താക്കോൽ നിന്റെ കയ്യിൽ ഞാൻ തന്നാൽ, നീ അത് സൂക്ഷിക്കുമോ? Can I trust you? എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സുരേഷ് ബാബു, എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഓരോരുത്തരുടെ പേര് വിളിച്ച് തമ്പുരാൻ ചോദിക്കുക. ഞാൻ വെല്ലുവിളിച്ച സാത്താൻ നിൽക്കുക സ്വർഗത്തില്. അപ്പോഴാ പറഞ്ഞത്, നീ പോയി പാറ്റിട്ട് പടാപ്പിച്ചാതെ, അവനെ ഞാൻ ഊസ് ദേശത്ത് തന്നെ കാണും. അവൻ അവിടെ തന്നെ കാണും. അവൻ എൻ്റെ ദാസനായി അവിടെ തന്നെ കാണും. എൻ്റെ യോബ് അവിടെ തന്നെ കാണും. എൻ്റെ യോബ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അവൻ്റെ സ്നേഹം കുറയത്തില്ല, അവൻ്റെ ആരാധന കുറയത്തില്ല, അവൻ്റെ ട്രസ്റ്റ് കുറയത്തില്ല. അവൻ അവിടെ തന്നെ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തലയ്ക്ക് മുകളിൽ പെരുവെള്ളം ഒഴുകിയാലും, ഇടിവെട്ടി മഴ പെയ്താലും, നരകം മുഴുവൻ പാളയമിറങ്ങിയാലും, ആ കോൺഫിഡൻസ് ഏറ്റെടുത്തോട്ടെ. ഞാൻ ഉയർത്തിയ പുസ്തകത്തെ താഴെ വെക്കത്തില്ല. എൻ്റെ ആദ്യ സ്നേഹം മറ്റൊരുത്തനും, എൻ്റെ ആദ്യ സ്നേഹം മറ്റൊരുത്തിക്കും ഞാൻ കൊടുക്കത്തില്ല. Here I am Lord. അടിയനിതാ, അടിയനിതാ, അടിയനെ അയക്കണമേ. Yes, 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 yes. Oh, Rakhabaniyasia. എബിലിറ്റി ഉള്ളവരെയല്ല ദൈവം ചോദിക്കുന്നത്, അവൈലബിലിറ്റി ഉള്ളവരെ. നിന്റെ എബിലിറ്റി ആർക്ക് വേണം? നിന്റെ എബിലിറ്റി മാറി നിൽക്ക്. എനിക്ക് ഏതാണ്ട് അറിയാം, എനിക്ക് ഏതാണ്ട് ഉണ്ട്. ഞാൻ ബിടെക് ആണ്, എംടെക് ആണ്, MBBS ആണ്. താങ്ക് ഗോഡ് ഫോർ ദ എഡ്യൂക്കേഷൻ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഈ അന്തരീക്ഷത്തിൽ കാണുന്നത് ഒരു നിയോഗത്തിന്റെ പുതപ്പാണ്. നിയോഗങ്ങളുടെ പുതപ്പ്. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറുവാൻ വേണ്ടി പോകുന്നു. നിന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചത് ഒരു MBBS വേണ്ടിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നു, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജസ് ഈ രാജ്യത്ത് ഉയരുവാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ ആമേൻ പറയുന്നു? എളിയവൻ മഹാജാതിയായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു നല്ല ശമ്പളമുള്ളതായ ജോലി പോലും നിന്റെ അപ്പൻ ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികൾ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, മാസാവസാനം 100 കണക്കിന് 1000 എണ്ണത്തിന് എണ്ണി കൊടുക്ക ബിസിനസ് ശൃംഖലകൾ, ശമ്പളം കൊടുക്കത്തക്ക ബിസിനസ് ശൃംഖലകൾ ദൈവം നിനക്ക് വേണ്ടി നൽകുവാൻ വേണ്ടി പോകുന്നു. ഓ എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. പക്ഷേ അത് പ്രാപിച്ചെടുപ്പാൻ കുറച്ച് വിഷമമുണ്ട്. Can God trust you? Oh, come on, come on. എത്ര ദൂതുകൾ, എത്ര വാഗ്ദത്തങ്ങൾ, എവിടെ എത്തി? എത്ര ദൂതുകൾ, എത്ര വാഗ്ദത്തങ്ങൾ. Can God trust you? താക്കോലപ്പ വരും അപ്പ പാറ്റാൻ അവകാശവാദം ചോദിച്ച് നിന്റെ പിന്നാലെ അവന് നടക്കുക. താക്കോലപ്പ വരുമോ? നിന്റെ കൃപയെ നഷ്ടപ്പെടുത്താൻ അപ്പ കടന്നു വരും. ഒത്തിരി എണ്ണത്തിന് പോയി, ഒത്തിരി എണ്ണം ദൈവകൃപ നഷ്ടപ്പെട്ടു. പ്രാർത്ഥന പോയി, സിനിമയായി, സീരിയലായി, അകത്ത കൂട്ടുവെട്ടായി, നിലവിളക്കായി. ലജ്ജാവഹ. എന്നാൽ സ്തോത്രം, അതെ ഇന്ന് പകൽക്കാല സഭ പറയട്ടെ, വെല്ലുവിളിക്കുന്ന പിശാചിന്റെ മുൻപിൽ ജീവന നൽകിയ കർത്താവിന്റെ തലയെ ഞാൻ കുനിക്കത്തില്ല. ആ സിംഹാസനത്തിന്റെ ഇടവശത്ത് നിന്ന് സാത്താൻ വെല്ലുവിളിക്കുകയാണ്.
വലതുവശത്തെ രക്ത ഉടുപ്പ് ധരിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞാട് നിൽപ്പുണ്ട്. നീ അവിശ്വസ്തത കാണിക്കുമ്പോൾ, നീ പാപം ചെയ്യുമ്പോൾ, നിന്റെ പ്രതിഷ്ഠയിൽ നിന്ന് നീ പോകുമ്പോൾ, നിന്റെ സമർപ്പണത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുമ്പോൾ, ഇടതുവശത്ത് സാത്താൻ ആർത്ത് അട്ടഹസിച്ച് പറയുന്ന കേശുവേ, നീ അവന് വേണ്ടി ജീവന നൽകി, നീ അവന് വേണ്ടി രക്തം നൽകി, നീ അവന് വേണ്ടി മരിച്ച്, പക്ഷെ എന്നിട്ടും അവൻ എൻ്റെ പൂണിയിലാണ്. സാത്താൻ ചിരിക്കുകയാണ്, യേശുവിൻ്റെ തല കുനിയുകയാണ്. പിന്മാറ്റക്കാരേ, നീ നിമിത്തം സ്വർഗസ്ഥലങ്ങളിൽ യേശുവിന്റെ തല കുനിഞ്ഞിരിക്കുന്നു. രഹസ്യ പാപിയേ, നീ നിമിത്തം യേശുവിന്റെ തല പിശാചിന്റെ മുൻപിൽ കുനിഞ്ഞിരിക്കുന്നു. താങ്ക് യു മക്കളെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്യുന്നു. ഇന്ന് പകൽ ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന 7 വയസ്സുകാരൻ ഉൾപ്പെടെ പിന്നിൽ അവസാനം വന്ന് കയറിയ വ്യക്തി വരെ പറയട്ടെ, നോ കർത്താവേ, ഞാനൊരു ജീവിക്കുന്ന രക്തസാക്ഷിയായിരിക്കും. സാത്താന്റെ മുൻപിൽ അവകാശം പറയുന്നതായ, ആക്രോശം വെളിപ്പെടുത്തുന്ന, അവകാശം പറയുന്ന സാത്താന്റെ മുൻപിൽ നിന്റെ തല കുനിയുന്ന ഒരു പരിപാടിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സാത്താന്റെ മുൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ തല കുനിവാൻ, സാത്താന്റെ മുൻപിൽ എൻ്റെ യേശുവിൻ്റെ തല കുനിവാൻ സഭയാൽ തീരുമാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സാത്താന്റെ മുൻപിൽ എൻ്റെ യേശുവിൻ്റെ തല കുനിവാൻ ഞാൻ അനുവദിക്കയില്ല. യേശുവിൻ്റെ തലയെ കുനിയിപ്പിക്കുന്നവനല്ല ഞാൻ, യേശുവിൻ്റെ തലയെ ഉയർത്തുന്നവനാണ് ഞാൻ. ഓ കമോൺ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ. എത്ര പേരൊന്നും ഞാൻ പറയുന്നില്ല, അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ തലയെ കുനിയിപ്പിക്കില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ തലയെ കുനിയിപ്പിക്കില്ല, യേശുവിൻ്റെ തലയെ കുനിയിപ്പിക്കില്ല, യേശുവിൻ്റെ തലയെ കുനിയിപ്പിക്കില്ല. പാപം ചെയ്ത് പഴയ പബ്ബിൽ പോയി, പഴയ വഴിയിലൂടെ നടന്ന്, പഴയ ബാറിൽ കയറി, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ, നിങ്ങൾക്കറിയാം. സ്തോത്രം. അതേ യേശു കർത്താവിൻ്റെ തലയെ കുനിയിപ്പിക്കല്ല. അവൻ്റെ തല ഉയർന്നിരിക്കട്ടെ. രക്തം ചെയ്യാം. ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ടെൽ യു. ഒത്തിരി കാര്യം എനിക്ക് പറയാനോട് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ. സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ വേദപുസ്തകം പറയുന്നു, നിൽക്കേണ്ട ക്രമത്തിൽ അവൻ നിന്നതുകൊണ്ട്, ജീവിക്കേണ്ട ക്രമത്തിൽ ജീവിച്ചത് കൊണ്ട് അവൻ ഇരട്ടി നന്മ പ്രാപിച്ചു. ജീവിക്കേണ്ട രീതികൾ ജീവിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ യാത്ര സുഗമമല്ല രമേശാൻ, ആ യാത്ര സുഗമമല്ല. കാരണം തിരുവചനം പറയുന്നു, അവൻ്റെ യാത്ര, അയ്യോബ് പറയുന്നു, അവൻ്റെ യാത്ര ചിലപ്പോൾ തീയിലൂടെയായിരുന്നു, ചിലപ്പോൾ വെള്ളത്തിലൂടെയായിരുന്നു. സ്തോത്രം. വിളിയുള്ളവർ തിരഞ്ഞെടുക്കുന്നവർ മനസ്സിലാക്കണം. സ്തോത്രം. ഇത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല, ക്രൂസിന്റെ വഴി. ചിലപ്പോൾ നീ തീയിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ നീ വെള്ളത്തിലൂടെ പോകേണ്ടി വരും. എന്നാൽ തീയിലൂടെ പോകുമ്പോൾ, വെള്ളത്തിലൂടെ പോകുമ്പോൾ നിന്റെ പ്രോസ്പെരിറ്റി പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന പ്രലോഭന പ്രാസംഗനല്ല ജീവിതത്തിൽ ഇറങ്ങി വരുന്നത്. നിന്റെ പ്രവാചകനല്ല നിന്നോട് കൂടെ ഇരിക്കേണ്ടത്. പകരം മറ്റൊരു ശബ്ദം പറയും, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ തീയിൽ കൂടെ കടക്കുമ്പോൾ നീ എരിഞ്ഞു പോകുകയില്ല. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. ഞാൻ ഗബ്രിയേലിനെ മിഖായേലിനെ അല്ല നിന്റെ കൂടെ ഇരിപ്പാനായി അയക്കുന്നത്. ഞാൻ യഹോവ ശമ്മാ, ഇമ്മാനുവേൽ, നിന്റെ കൂടെ ഉണ്ടായിരിക്കുക. ദൈവം ഉപയോഗിച്ച എല്ലാ ദൈവദാസന്മാരും സെമിനാരി നല്ല വന്നത്, അവർ ഒന്നുകിൽ വെള്ളത്തിലൂടെ വന്നു, ഇല്ലെങ്കിൽ തീയിലൂടെ വന്നു. ജോർജിയെ എന്ന് പേരുള്ള ഒരു ദൈവദാസനുണ്ടായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ. ജോർജിയ എങ്ങും ഭയങ്കര സ്തോത്രം തീവ്രവാദിയായി കർത്താവിനെ സേവിച്ച ഒരു ദൈവദാസനാണ്. പക്ഷേ പോക്കറ്റിൽ പൈസ ഇല്ലായിരുന്നു. ഈ പൈസ ഉള്ളവന് വിശ്വസ്തതയില്ല, വിശ്വസ്തതയുള്ളവന് പൈസയുമില്ല. അതെല്ലാ തലമുറയിലുള്ളതാണ്. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ അതുള്ള കാര്യമാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ജോർജ് യങ് വളരെ സ്തോത്രം വിശ്വസ്തയോടെ കർത്താവിൻ്റെ കൃപയിൽ ദൈവത്തെ സേവിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു. അതിനായി സ്തോത്രം. അങ്ങനെ സ്തോത്രം താൻ ശുശ്രൂഷയുമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പല ഭാഗങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നുപോയി. അദ്ദേഹം ഒരു കാർപ്പൻ്ററാണ്. ഒരു വശത്ത് താൻ ഒരു ആശാരിയാണ്, മറുവശത്ത് സുവിശേഷകനുമാണ്. പകൽ മുഴുവൻ ആശാരിയായി ആ പാവപ്പെട്ടവൻ, ദരിദ്രൻ സ്തോത്രം അദ്ദേഹം ജോലി ചെയ്യും. വൈകിട്ട് സ്തോത്രം ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുക.
പക്ഷെ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിനെതിരെ അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. പല ആൾക്കാർക്ക് അദ്ദേഹം ഒരു പരിഹാസപാത്രമായിരുന്നു. നിങ്ങൾ ചിലർ പരിഹസിക്കുന്നത് പോലെ. ഒരു ദിവസം അകലെങ്ങാണ്ട് അദ്ദേഹം സുവിശേഷം സ്തോത്രം പ്രസംഗിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് മേടിച്ച വീടല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വീടാണ്, ഒരു കുടിലാണ്. ആശാരി തന്നെ ഉണ്ടാക്കിയ ഒരു കൊച്ചു വീട്ടിലാണ് അദ്ദേഹം പാർക്കുന്നത്. അപ്പോൾ അതിന്റെ വലിപ്പം നോക്കിയാട്ടെ. അങ്ങനെ എങ്ങാണ്ട് സുവിശേഷം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ സുവിശേഷ വിരോധികൾ സ്തോത്രം ആ വീടിനെ തീ വെച്ച് എരിച്ചു കളഞ്ഞു. അത് എരിഞ്ഞു പോയി. ആ സ്തോത്രം വീട് തീക്കിരയായതാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ വന്നതായ ജോർജ് എങ്ങ കണ്ടത്. ആ വിഷമസന്ധിയിൽ താൻ എഴുതിയതാണ്, സം ത്രൂ ദ വാട്ടർ, സം ത്രൂ ദ ഫ്ലഡ്, സം ത്രൂ ദ ഫയർ, all through the blood, some through the sorrow, but God's give a song in the night season and all the day long. ചിലർ വെള്ളത്തിലൂടെ വന്നു, ചിലർ വെള്ളപ്പൊക്കത്തിലൂടെ വന്നു, ചിലർ തീയിലൂടെ വന്നു, പക്ഷെ എല്ലാവരും യേശുവിൻ്റെ രക്തത്തിലൂടെ വന്നു. ചിലപ്പോൾ ദുഃഖങ്ങളായിരുന്നു. ആ ദുഃഖത്തിൻ്റെ നടുവിൽ കർത്താവ് പാട്ടിന് നൽകി. എപ്പോ? ജീവിതത്തിൻ്റെ രാത്രിയുടെ സമയത്ത്, മാത്രമല്ല പകൽ മുഴുവന്. 25 ഏറ്റവും ഫേവറേറ്റ് ഹിംസിൽ ഒന്നാണ് ഈ പാട്ട്. സ്തോത്രം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും ഫേവറേറ്റ് ആയ ഹിംസിൽ ഒന്നാണ് ഇത്. സ്വർഗത്തിൽ ബ്രദർ സുരേഷ് ബാബു സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് ഇപ്രകാരം ചോദിക്കും, ആ പാട്ടങ്ങ് നേരെ കൊടുത്താൽ പോരായിരുന്നോ? എന്തിനാ ഉടച്ചു കൊടുത്തത്? അപ്പച്ചൻ പറയും, ഉടഞ്ഞ പാത്രങ്ങൾക്കല്ല ഞാൻ എന്തെങ്കിലും പകരുന്നത്, അടഞ്ഞ പാത്രങ്ങൾക്കല്ല ഞാൻ പകരുന്നത്, അടഞ്ഞ പാത്രങ്ങൾക്കല്ല ഞാൻ പകരുന്നത്, ഉടഞ്ഞ പാത്രങ്ങൾക്കത്രേ. ഉടഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഉടഞ്ഞവരുണ്ടെങ്കിൽ നിനക്ക് തീയായിരിക്കാം, നിനക്ക് വെള്ളമായിരിക്കാം. ഞാൻ നിർത്തി. സ്തോത്രം. 23:10 വായിക്കുമ്പോൾ യോബ് ഇപ്രകാരം പറയുന്നു, സ്തോത്രം, അതെ ഞാൻ തീയിലൂടെ കടന്നു പോകട്ടെ. 23:10 ഞാൻ തീയിലൂടെ കടന്നു പോകട്ടെ. പക്ഷേ താൻ തീയിലൂടെ കടന്നു പോകുമ്പോൾ ചാരമായി പുറത്തു വരുമെന്നല്ല യോബ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ അവൻ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരെ പോലെ പുറത്തു വരും? പൊന്നുപോലെ പുറത്തു വരും. വിശ്വാസത്തിനൊരു ശോധനയുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്തിന് ഒരു ശോധനയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം തീയുടെ ശോധനയിലൂടെ പോകുന്നവരെ എന്റെ കണ്ണിൽ നോക്കി കർത്താവിന് നമുക്കൊന്ന് സ്തോത്രം പറയാം. നിങ്ങൾ ചാരമായി കിടക്കുന്നത് ഞാൻ ഒരിക്കലും കാണത്തില്ല. പകരം നിങ്ങൾ തീയിലൂടെ കടന്ന് പുറത്തു വരുമ്പോൾ നീ ഷൈൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. ഇരട്ടി നന്മയുടെ ഒരു ലക്ഷണമാണ്. ദൈവകൃപയാൽ ഈ ഇരുണ്ട ലോകത്ത് കർത്താവിന്റെ കൃപയാൽ നീ തിളങ്ങി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. നമ്പർ 2, രണ്ടാമത് വേദപുസ്തകം പറയുന്നു, യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വെട്ടപ്പെട്ട ഒരു വൃക്ഷമെന്ന് തന്റെ ജീവിതാനുഭവത്തിൽ പറയുന്നു. He was a cut down tree. എന്നാൽ ഒരു വൃക്ഷമായിരുന്നാൽ, 14:7 യോബ്, ഒരു വൃക്ഷമായിരുന്നാൽ എനിക്ക് പ്രത്യാശയുണ്ട്. അതിന് വെട്ടിക്കളഞ്ഞാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ എന്റെ ഗന്ധം? പണത്തിന്റെ അല്ല, PR കാർഡിന്റെ അല്ല, താടി മോടിയുടെ പൊസിഷന്റെ അല്ല, ജീവജലത്തിന്റെ ഗന്ധമാകുന്ന വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ഇന്ന് പകൽക്കാലം വെട്ടപ്പെട്ട വൃക്ഷങ്ങൾ പോലെയുള്ള തറവാടുകളിൽ നിന്ന് ആരൊക്കെയോ എത്തിയിട്ടുണ്ട്. വെട്ടപ്പെട്ട വൃക്ഷങ്ങളല്ല, കുടുംബങ്ങളിൽ നിന്ന് ആരോ എത്തിയിട്ടുണ്ട്. വെട്ടപ്പെട്ട വൃക്ഷമായി പണ്ടുണ്ടായിരുന്നു. എന്തൊരു ശിഖരമായിരുന്നു, എന്തൊരു തണലായിരുന്നു. ദേശത്ത് ഞങ്ങൾക്ക് എല്ലാവരും അറിയാം, വടുവൃക്ഷമായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനം കെങ്കേമമായിരുന്നു, ഞങ്ങളുടെ കുടുംബം കെങ്കേമമായിരുന്നു. പക്ഷെ എന്നാ പറ്റി? ഇടയ്ക്കൊരു വല്ലാത്ത വെട്ടുകിട്ടി. വെട്ടപ്പെട്ട വൃക്ഷം പോലെ ഞങ്ങളതാ വീട് കിടക്കുകയാണ്. ഞങ്ങളുടെ പെരുമ പണ്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് പകൽ 40-ാം ദിവസം തമ്പുരാൻ പറയുന്നു, നീ പിന്നിലേക്ക് നോക്കി താടിക്ക് കൈ കൊടുക്കുന്ന ദിവസങ്ങൾ
പിറകിലല്ല, നീ മുന്നിലേക്ക് നോക്കി ഭാവിയെ നോക്കി പുഞ്ചിരിപ്പാൻ തക്കവണ്ണം കർത്താവ് പറയുന്നു, വെട്ടപ്പെട്ട വൃക്ഷമാണോ നീ വീണ്ടും ദൈവകൃപയാൽ പൊട്ടിക്കിളിർക്കുവാൻ പോകുന്നു. നാല് പേര് തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ വീണ്ടും കിളിർക്കുവാൻ പോകുകയാണ്, ഞാൻ വീണ്ടും തളിർക്കുവാൻ പോകുകയാണ്, ഞാൻ വീണ്ടും തളിർക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഇരട്ടിപ്പിന്റെ തളിർപ്പ്, ഒരു തളിർപ്പിന്റെ ഇരട്ടി അനുഭവം. നിന്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, വലിയപ്പച്ചന്മാരെക്കാൾ, വലിയമ്മച്ചിയേക്കാൾ ഒരു ഇരട്ടിപ്പിന്റെ തളിർപ്പ്. ദൈവ മഹത്വത്തിനായി, നിന്റെ ഗ്ലാമറിനല്ല, ദൈവ മഹത്വത്തിനായി കർത്താവ് ഈ ദിവസങ്ങളിൽ തന്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് അയക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ ഇന്ന് പകൽ ദൈവകൃപയാൽ ഏറ്റെടുത്താട്ടെ. നഷ്ടപ്പെട്ട പ്രബുദ്ധത ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾ, തറവാടുകൾ, വ്യക്തികൾ ദൈവകൃപയാൽ ഏറ്റെടുത്താട്ടെ. സംഭവിക്കുന്നു, സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ ബന്ധുക്കൾ പറയട്ടെ, നമ്മുടെ തലമുറയാണ് ഏറ്റവും ബെസ്റ്റ് സീസണിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെട്ടപ്പെട്ട വൃക്ഷങ്ങൾ പൊട്ടിക്കിളിർക്കട്ടെ. വെട്ടപ്പെട്ടത് സകലതും ഇന്ന് പകൽക്കാലം പൊട്ടിക്കിളിർക്കട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഇൻ ജീസസ് നെയിം. പരിഹസിച്ചവരുണ്ടായിരുന്നു യോബിന്. തന്റെ സ്നേഹിതന്മാർ പരിഹസിച്ചു. പണ്ടുണ്ടായിരുന്നതായ ലെവലിൽ അവൻ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ പൊസഷൻ പോയി, അവന്റെ പൊസിഷൻ പോയി. അവനെ പരിഹസിപ്പാൻ വേണ്ടി സ്തോത്രം സഹോദരന്മാർ കടന്നു വന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ഈ പരിഹാസം നീണ്ടു നിൽക്കത്തില്ല. ഈ പരിഹാസം നീണ്ടു നിൽക്കത്തില്ല. കാരണം ഇത് പരിഹാരങ്ങളുടെ ദിവസങ്ങളാണ്. നിങ്ങൾ ജീവിക്കുന്നത് പരിഹാരങ്ങളുടെ ദിവസങ്ങളാണ്. വിശ്വാസമുണ്ടോ? പരിഹാരങ്ങളുടെ ദിവസത്തിൽ നീ ജീവിക്കുന്നു. ഒരു ഇരട്ടി നന്മയ്ക്കായി, ഒരു ഇരട്ടി നന്മയ്ക്കായി ബ്രദർ, ഒരു ഇരട്ടി നന്മയ്ക്കായി. புரியுதுங்களா நான் சொல்றது? புரியுதுங்களா? ആമേൻ. ഒരു ഇരട്ടി നന്മയ്ക്കായി, ഒരു ഇരട്ടി നന്മയ്ക്കായി ദൈവം നിന്നെ ഒരുക്കുന്നു. ഒരു റൺവേ ഒരുക്കുന്ന പോലെ, ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ റൺവേ ഒരുക്കുന്ന പോലെ, ഒരു ഹെലിപാഡ് ക്രമീകരിക്കുന്ന പോലെ ഒരു ഇരട്ടി നന്മയ്ക്കായി ആരൊക്കെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ ക്രമീകരിക്കുകയാണ്, ഒരുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്ഥിതി മാറട്ടെ, സ്ഥിതി മാറട്ടെ, അവസ്ഥ മാറട്ടെ. ഹല്ലേലൂയ. സ്ഥിതി മാറട്ടെ, സ്ഥിതി മാറട്ടെ. വായ് തുറന്ന് ആരാധിക്ക്, വാ തുറന്ന് ആരാധിക്ക്, വാ തുറന്ന് ആരാധിക്ക്, വാ തുറന്ന് ആരാധിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇനി ഒരിക്കലും ഇതിൽ നിന്ന് നന്മ ഉണ്ടാകലെന്ന് പറഞ്ഞ് സത്താൻ മണ്ണിട്ട് മൂടിയതായ സകല തിന്മകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അടഞ്ഞു കിടക്കുന്ന ഉറവുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.